ഹലോ ഹായ് നമസ്കാരം. കുറച്ചധികം ദിവസങ്ങളായി നമ്മളൊരു ഫുൾ ഓൺ റീൽ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. സോ പുതിയ റീൽ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടു തുടങ്ങാം. നല്ലൊരു കല്യാണം, അതായത് ചെക്കനും ഹാപ്പി, പെണ്ണും ഹാപ്പി. നമ്മൾ പലപ്പോഴും ഈ കല്യാണ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ഈ പല ആൾക്കാർ കുറേ ടെൻഷൻ, കുറേ സാധനങ്ങൾ. അൾട്ടിമേറ്റ്ലി എന്താണ് ഒരു കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? രണ്ടുപേരൊരു ജീവിതം ഒരുമിച്ച് ആരംഭിക്കുകയാണ്. നമ്മുടെ വിവാഹം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർ വന്ന് കയറുകയാണ്. അപ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ട് വന്ന് കയറുക. രണ്ടുപേരും ചിരിച്ച മുഖത്തോടു കൂടിയായിരുന്നു. ഐ ഫീൽ ഹാപ്പി ഫോർ ദം. അങ്ങനെയല്ലേ വേണ്ടത്? പക്ഷേ നമ്മുടെ നാട്ടുകാർക്ക് പറ്റൂല. അവരതിൻ്റെ താഴെ കമൻസുമായിട്ട് അങ്ങ് കൂടിയേക്കാണ്. അവർ കണ്ടുപിടിച്ചിരിക്കുന്ന കുഴപ്പങ്ങൾ. പണ്ടൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണം നടക്കുന്ന പന്തലിലൊക്കെ ചെന്ന ഏറ്റവും ബാക്കിൽ മാറി നിൽക്കുന്ന കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളുണ്ടാവും. അവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കമൻറ്റ് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. മെറ്റ് ഇത് അറിഞ്ഞിട്ടുണ്ടാവരുതേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് കമൻസ് ഒക്കെ നോക്കാം. ഹൈറ്റ്, അതാണ് ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ചെക്കനെ കാട്ടി പാത്തൂനാണല്ലോ ഹൈറ്റ്, ബ്രൈഡ് ടോളർ ദൻ ഗ്രൂം, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ? അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ട്. ഇപ്പോൾ പെണ്ണിനെക്കാളും നല്ല ഹൈറ്റുള്ള ചെക്കൻ, പെണ്ണ് നല്ല ഒറ്റ ചെക്കൻ, അല്ലെങ്കിൽ ചെക്കൻ ഒറ്റ പെണ്ണെന്ന് പറയുന്ന എത്രയോ കുടുംബജീവിതങ്ങൾ ചീഞ്ഞളിഞ്ഞ് എന്ന് വെച്ചാൽ ഹാപ്പി ആയിട്ട് ഒരു സെക്കൻഡ് പോലും ഇരിക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഫസ്റ്റ് ഡേ മാരേജിൻ്റെ ആണ്. അതിനു മുമ്പ് അവർ പരിചയം ഉണ്ടാവും, അവർ പ്രണയിച്ചിട്ടുണ്ടാവും, അതൊന്നും നമുക്കറിയില്ല, അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. പക്ഷേ അവരുടെ ഫസ്റ്റ് ഡേ ദ സോ ഹാപ്പി. ആ ഹാപ്പിനെസ് കണ്ടാൽ പോരെ. ചെക്കൻ്റെ ഹൈറ്റാണ് ഇവിടുത്തെ പ്രശ്നം. എന്താണ് നിങ്ങൾക്ക് അതിലൊരു കുഴപ്പമായിട്ട് തോന്നുന്നത്? അവരുടെ ഫ്യൂച്ചർ ലൈഫിലേക്ക് ഹൈറ്റുള്ള ചെക്കനാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ജോലി കൊടുക്കുമെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ചെക്കനേക്കാൾ പെണ്ണിന് ഹൈറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അവർക്ക് മാസം ലെവി പോലെ എന്തെങ്കിലും കൊടുക്കാമെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടോ? എന്ത് അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾ അവിടെ കാണുന്നത്? ഇതിലെ സംഭവം എന്താണെന്നറിയോ? നമ്മുടെ നാട്ടുകാർ ഇപ്പോഴും ഒരു കല്യാണ ഫോട്ടോ കാണുന്നു, അല്ലെങ്കിൽ ഒരു കല്യാണ പരിപാടിയിൽ കാണാൻ ചെല്ലുന്നു. അവിടെ പെണ്ണിന് എത്ര ഹൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പുരുഷനായിരിക്കണം പെണ്ണിനേക്കാൾ ഹൈറ്റ് ഉണ്ടാവേണ്ടത്. ഈ തലപ്പൊക്കം എന്ന് പറയുന്നൊരു കാര്യം, അയാൾക്കാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക, അയാളാണ് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്. ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അധികാരം എന്ന് പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ, ആ രണ്ടുപേരുടെ കൂട്ടത്തിൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഇന്ന ആളായിരിക്കണമെന്ന് പറയുന്ന നമ്മുടെ സൊസൈറ്റിയുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു റിഫ്ലക്ഷനാണത്. അവളേക്കാൾ ഹൈറ്റ് കുറവുള്ളൊരു പയ്യൻ എന്ന് പറയുമ്പോഴേക്കും അവന് അത്രയും അധികാരം കാണിക്കാൻ പറ്റുമോ? അത്രയും നിങ്ങളൊരു ബോക്സിങ്ങിനോ ഒരു ഗുസ്തി മത്സരത്തിനോ ഒക്കെ പോവുകയാണെങ്കിൽ ഹൈറ്റിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. തല്ല് പിടിക്കാനാണല്ലോ. അപ്പോൾ നിങ്ങൾ മറ്റേ ആളെ തള്ളി പിടിക്കാം, നമുക്ക് ലോക്ക് ചെയ്ത് നിർത്താനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഇതല്ലല്ലോ, രണ്ടുപേര് സന്തോഷമായിട്ട് ജീവിക്കല്ലേ. പക്ഷെ അവിടെയും നമുക്ക് ഈ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് മെയിലായിരിക്കണം എന്ന് പറയുന്ന നിർബന്ധമാണ്. ഈവൻ സിനിമയിലും നമുക്കത് കാണാൻ പറ്റും. കുള്ളൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു ഷോർട്ട് മൂവി മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സിനിമയിൽ മുഴുവൻ നായകൻ എപ്പോഴും നായികയേക്കാൾ ഹൈറ്റ് ഉണ്ടാവണം. അഥവാ ഈ പല നായികമാരും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഹൈറ്റ് ഒരു പ്രശ്നമാകുമെന്ന് ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഹൈറ്റ് കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണം നമുക്കൊരു സിനിമയിൽ നായികയേക്കാൾ നായകന് ഹൈറ്റ് കുറവാണെങ്കിൽ പറ്റൂല. ഹൈറ്റുള്ള നായികമാരുടെ കൂടെ അവരേക്കാൾ ഹൈറ്റ് തോന്നിക്കാൻ വേണ്ടിയിട്ട് മറ്റേ കട്ട വെച്ച് നായകൻ്റെ ഹൈറ്റ് കൂട്ടുക, അതുപോലെ ക്യാമറ ആംഗിൾ ചരിച്ച് വെച്ചിട്ട് നായകൻ്റെ ഹൈറ്റ് കൂട്ടി കാണിക്കുക. ഈ പരിപാടികൾ കണ്ടിന്യൂസ്ലി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയിൽ ഡോമിനൻസിൻ്റെ ഒരടയാളമായിട്ടാണ് നമ്മൾ ഈ ഹൈറ്റിനെ കാണുന്നത്. അറ്റ്ലീസ്റ്റ് ഫാമിലി ലൈഫിലേക്ക് വരുമ്പോഴെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ, ലൈഫിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്ന കാര്യത്തിൽ അവർക്കൊരു ഈക്വൽ ഒരു സ്പേസ് ഉണ്ടെന്നുള്ളതൊന്നും മനസ്സിലാക്കിക്കൂടെ? അവിടെ ഈ ഫിസിക്കൽ ഡോമിനൻസിനേക്കാൾ കൂടുതൽ നമ്മൾ മാനസികമായിട്ടുള്ളൊരു അടുപ്പം, ഒരു സന്തോഷം, സമാധാനം, ഇതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ്. നമുക്കൊന്ന് തിരിച്ചറിഞ്ഞൂടെ? ഇനി ഈ വിഷയത്തിൽ ഒരു കാര്യവും കൂടി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈ വിവാഹിതയായ പെൺകുട്ടി എന്ന് പറയുന്നത് ഹർഷ പാത്തു എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നമുക്ക് വിളിക്കാവുന്ന, അവർ ഇലസ്ട്രേറ്ററാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ഹെന്ന ആർട്ടിസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു പോപ്പുലർ ഫിഗറാണ്. അപ്പോൾ അവരുടെ വിവാഹ ചടങ്ങിൽ അവർ സ്വർണ്ണാഭരണങ്ങളൊന്നും ധരിച്ചിരുന്നില്ല. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ മുഴുവൻ ഇത് മാതൃകയാക്കേണ്ടതാണ്, വിവാഹത്തിന് സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകളുണ്ടായിരുന്നു. സ്വർണ്ണാഭരണങ്ങൾ കാണാത്തതിൻ്റെ പേരിൽ വേവലാതിപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു. നമ്മൾ ഈ വിവാഹവും സ്വർണവും കൂട്ടിക്കുഴയ്ക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്വർണ്ണാഭരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കൺസിഡർ ചെയ്യുന്നത് സ്ത്രീധനമായിട്ടാണ്. അതായത് ആ പെൺകുട്ടിക്ക് വിവാഹത്തിൻ്റെ ഭാഗമായി അണിയിച്ചു കൊടുക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അവൾക്ക് കൊടുക്കുന്ന സ്വത്താണ്. ആ സ്വത്തിൻ്റെ തീരുമാനമെടുക്കൽ, അതായത് ആ സ്വത്തിൻ്റെ പിന്നീടുള്ള അവകാശി എന്ന് പറയുന്നത് പുരുഷനായി മാറുകയാണ്. അവൾ ആണത് കൊണ്ടുവരുന്നതെന്നൊക്കെ പറയുന്ന ഡയലോഗ് ഉണ്ടെങ്കിലും അത് പുരുഷൻ ഹാൻഡിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അത് സ്ത്രീധനമാണ്. സ്ത്രീധനം എന്ന് പറയുന്നത് ഒരു ഒഫൻസാണ്. പക്ഷേ ഇപ്പോഴും പെണ്ണെന്ത് കൊണ്ടുവന്നു, ചെക്കൻ എന്ത് കിട്ടി, ഇത് ഈ പെൺകുട്ടിക്ക് എന്ത് കൊടുക്കുന്നു എന്ന് പറയുന്ന കാര്യത്തിനോടൊപ്പം ഇവൻ എന്തുമാത്രം വേർത്തിയാണെന്ന് തീരുമാനിക്കാൻ വരെ ഈ സ്ത്രീധനം വെച്ചിട്ട് ആളുകൾ അളക്കും. പക്ഷേ ഇതൊക്കെ കണ്ട് എല്ലാ പെൺകുട്ടികളും അങ്ങ് പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വിവാഹം എന്ന് പറയുന്നത് ഓരോ ആൾക്കാരുടെയും സ്വപ്നമാണ്, ഒരു ആഗ്രഹമാണ്. അപ്പോൾ എൻ്റെ വിവാഹ ദിവസം ഞാൻ ഇങ്ങനെ ആയിരിക്കണം ഒരുങ്ങിയിട്ടുണ്ടാവേണ്ടത് എന്നുള്ളത് ഒരു പെൺകുട്ടിയുടെ തീരുമാനമാണ്. അതിപ്പോൾ ഒരു ആൺകുട്ടിയാണെങ്കിലും അത് അവൻ്റെ തീരുമാനമാണ്. എൻ്റെ വിവാഹം ഇങ്ങനെ ആയിരിക്കണം, ഞാൻ ഇങ്ങനെ ആയിരിക്കണം അതിൽ ഒരുങ്ങേണ്ടതെന്നുള്ളത് അത് ഓരോരുത്തരുടെയും പ്രിഫറൻസ് ആണ്, ചോയ്സ് ആണ്, അവരുടെ ഇഷ്ടമാണ്. അതിൻ്റെ അകത്ത് നമ്മൾ കയറി പറ്റും നിങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ മാതൃകയാക്കിക്കോണം എന്ന് പറയുന്ന ഡയലോഗ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അവിടെയുള്ള സ്വർണ്ണാഭരണം എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ആ പെൺകുട്ടിക്ക് കൊടുക്കുമ്പോൾ അത് അവളുടെ തന്നെ അവകാശമായി തുടരും എന്നുള്ള കാര്യം ഉറപ്പാണെങ്കിൽ, ഇനി അതല്ല അവൾ ധരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അവൾ തന്നെ ജോലി ചെയ്ത് സമ്പാദിച്ചുണ്ടാക്കി അവൾ ധരിച്ചിട്ടുള്ളതാണെങ്കിൽ അവിടെ ഈ സ്ത്രീധനം എന്ന് പറയുന്ന ആ ഒരു ഒഫൻസിൻ്റെ ഒരു സാധനം വരുന്നില്ല. അത് അവളുടെ സ്വത്താണ്, അതിൻ്റെ പരിപൂർണമായ അവകാശിയും അവളാണ്. ഇവിടെ സ്ത്രീധനം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. ആൻഡ് ഇവിടെ പരിഗണിക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സോഷ്യൽ പ്രഷറാണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് പെൺകുട്ടികളെല്ലാവരും നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ കുറച്ച് കല്യാണം കഴിക്കണം എന്ന് ഉപദേശിക്കുന്ന ആളുകളെ പോലെ തന്നെ ഈ സ്വർണ്ണാഭരണം ഇട്ടുള്ള വിവാഹങ്ങൾ ഒരുപാട് കൂടുമ്പോൾ, അല്ലെങ്കിൽ ആഭരണത്തിൻ്റെ വലിപ്പം കല്യാണത്തിൻ്റെ തൂക്കമായി മാറുന്ന സമയത്ത് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ പ്രഷറുണ്ട്. അതായത് അവളെ പോലെ തന്നെ എൻ്റെ കല്യാണവും നടക്കണമല്ലോ, അല്ലെങ്കിൽ ഇന്ന ആളുടെ മകളെ കെട്ടിച്ചയച്ചതുപോലെ നമ്മളും കെട്ടിച്ചയക്കണമല്ലോ എന്ന് പേരൻസിനും. കാരണം ഇത് അഭിമാനത്തിൻ്റെ ഒരളവുകോലായി മാറുകയാണ്. ഇത്രയെങ്കിലും ഇല്ലെങ്കിൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്ന വരൻ ഈ ജോലി ചെയ്യുന്നൊരു വരനാണെങ്കിൽ അവൻ ഇത്രയെങ്കിലും കൊടുക്കണം എന്നൊക്കെ പറയുന്ന ഒരു സോഷ്യൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇത് എവിടെയും എഴുതി വെച്ചിട്ടൊന്നുമില്ല, നിങ്ങൾ ഇന്ന ആൾക്കാണെങ്കിൽ ഇത്ര രൂപ സ്ത്രീധനം, അല്ലെങ്കിൽ ഇന്ന കല്യാണത്തിന് നിങ്ങൾ ഇത്രയെങ്കിലും കൊടുക്കണം, അപ്പുറത്തെ വീട്ടിൽ കല്യാണത്തിന് ഇത്രയാണ് കൊടുത്തത്, അല്ലെങ്കിൽ ഇന്ന ബിസിനസ്സുകാരൻ്റെ മകൾക്ക് കല്യാണത്തിന് ഇത്രയാണ് കൊടുത്തത്, അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കൊച്ചിറങ്ങി പോകുമ്പോൾ ഇത്രയെങ്കിലും വേണ്ടേ എന്നൊക്കെ പറയുന്നത് ഇത് എവിടെ എഴുതി വെച്ചിട്ടില്ല. പക്ഷേ സോഷ്യലി ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്, ആളുകളുടെ ഉള്ളിലാണ് നിൽക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാളുടെ ആജീവനാന്ത സമ്പാദ്യം മുഴുവൻ ചിലവാക്കി ലോണും എടുത്ത് നടത്തി ബാക്കിയുള്ളവർക്ക് ഭക്ഷണം കൊടുത്ത് അങ്ങനെ തീർക്കേണ്ട ഒരു പരിപാടിയാണോ വിവാഹം എന്നുള്ളതാണ്. ഈ വിവാഹം എന്ന് പറയുന്ന ആ ഒരു ചടങ്ങ്, ഒരൊറ്റ ദിവസത്തെ ചടങ്ങ് കഴിയുമ്പോൾ പിന്നീട് അങ്ങോട്ട് ഒരുമിച്ച് ജീവിക്കേണ്ട ഒരു കപ്പിൾ അവിടെ രൂപപ്പെട്ടു. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ ഇവരുടെ രണ്ടുപേരുടെയും പേരൻസ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, ഇവർക്കൊക്കെയും ജീവിതം മുന്നോട്ട് കിടക്കുകയാണ്. പക്ഷേ ഈ ഒരു ദിവസത്തെ എക്സ്പെൻസിന് വേണ്ടിയിട്ട് ലോൺ എടുക്കാനുള്ളതാണോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ചിന്തിക്കണം. അടിസ്ഥാനപരമായിട്ട് ഒരുപാട് ചിന്തകൾ ഇവിടെ മാറേണ്ടതുണ്ട്. കാരണം എൻ്റെ കയ്യിലുള്ള സ്വത്തുക്കളൊക്കെ എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കാനുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ ആജീവനാന്തം അവർക്ക് ജീവിക്കാനുള്ള സ്വത്തും സമ്പത്തും ഉണ്ടാക്കി കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണെന്ന് പറയുന്ന ആ ഒരു ചിന്തയുണ്ടല്ലോ. അതായത് ഞാനിങ്ങനെ സമ്പാദിച്ച് പ്രഷറൈസ് ചെയ്തിട്ട് അവസാനം ഞാൻ ചത്തു, അതിൻ്റെ ഇടയിൽ ഞാൻ ഉണ്ടാക്കുന്നത് മുഴുവൻ പിന്നീട് മക്കൾക്കുള്ളതാണെന്ന് പറയുന്ന ആ ഒരു സാധനം അവിടെയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കല്യാണത്തിൻ്റെ സമയമാകുമ്പോൾ പെൺകുട്ടികൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തൊഴിവാക്കുക, ആൺകുട്ടികൾക്ക് ബാക്കി എഴുതി വെക്കാനുള്ളതൊക്കെ എഴുതി വെക്കുക, അങ്ങനെ അങ്ങ് ജീവിച്ച് തീർന്നു പോവാണ്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നത് നമുക്കും കൂടി എൻജോയ് ചെയ്യാനുള്ളതാണ്. അധ്വാനിച്ചുണ്ടാക്കുന്നത് എനിക്ക് എൻജോയ് ചെയ്യാമെന്ന് പറയുന്ന പോലെ ഞാൻ ഉണ്ടാക്കുന്ന ബാധ്യത ഞാൻ തന്നെ തീർക്കേണ്ടതാണ്. പലപ്പോഴും നേരത്തെ പറഞ്ഞില്ല, ആൺകുട്ടികൾക്ക് സ്വത്തുക്കൾ എഴുതി വെക്കുന്നു. ആക്ച്വലി ചില സമയത്ത് ആൺകുട്ടികൾക്ക് സ്വത്തുക്കൾ കിട്ടാറില്ല, ബാധ്യതകൾ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ അത് അവരുടെ തലയിൽ ചെന്ന് വീഴുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ സംഭവിക്കാറ്. അപ്പം അധ്വാനിച്ചുണ്ടാക്കുന്നതും അർമാദിച്ചുണ്ടാക്കുന്ന ബാധ്യതകളും എല്ലാം അവനവൻ്റെ ബാധ്യതയാണെന്ന് പറയുന്ന ഒരു തിരിച്ചറിവിലേക്ക് വരിക. മക്കളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ചെലവിന് കൊടുക്കേണ്ട ഒരു ബാധ്യതയും നമുക്കുണ്ട്, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. പക്ഷേ അവരുടെ വിവാഹം ആഘോഷമാക്കി മാറ്റാനുള്ള ഒരു ബാധ്യത രക്ഷിതാക്കൾക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സ്വന്തം വിവാഹം എങ്ങനെ വേണമെന്നുള്ളത് ഡിസൈൻ ചെയ്യാനും അതിനുവേണ്ടി അധ്വാനിക്കാനും നമ്മുടെ യങ് ജനറേഷൻ തയ്യാറാവുക. ഒരു പെൺകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അയ്യോ ഒരു പെൺകൊച്ച് ജനിച്ച് ഇനി അവളുടെ കല്യാണം നടത്താനുള്ള ചിലവുണ്ടല്ലോ, അവൾക്ക് വേണ്ടിയിട്ട്, അതായത് സ്വർണ്ണം മുഴുവൻ ഈ പെൺകൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളത് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റൂ. കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കൂ, നല്ല കാഴ്ചപ്പാടുകൾ, ലോകത്തെ തിരിച്ചറിയാനുള്ള നല്ല കാഴ്ചപ്പാടുകൾ നിങ്ങൾ ഒരുക്കി കൊടുക്കൂ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ സ്വത്ത് കൈമാറ്റം, അല്ലെങ്കിൽ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് അയക്കൽ, ഇപ്പുറത്തുനിന്ന് അങ്ങോട്ടേക്ക് കുറച്ച് സ്വത്ത് കൊടുത്താലേ അതിൻ്റെ കൂടെ ഈ പെണ്ണിനെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ഹർഷ പാത്തുവിൻ്റെ കല്യാണം നോക്കുമ്പോൾ അവരൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, അവർക്ക് തോന്നി അവരുടെ കല്യാണത്തിന് ആഭരണങ്ങൾ വേണ്ടാന്ന്. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും, എനിക്കിങ്ങനെ ഒരുപാട് ആഭരണം ഇട്ട് ഒരുങ്ങുന്ന ഇഷ്ടമല്ല, സ്വർണ്ണം ഇടാൻ ഇഷ്ടമല്ലാത്ത ചരട് മാത്രം കെട്ടിക്കൊണ്ട് നടക്കുന്ന ആളുകളെ എനിക്കറിയാം, പെൺകുട്ടികളെ എനിക്കറിയാം. അതേപോലെ ചില പെർട്ടിക്കുലർ മെറ്റൽ ഇഷ്ടമല്ലാത്ത, ചിലപ്പോൾ അലർജി ഉണ്ടാകുന്ന പല കാരണങ്ങൾ കൊണ്ട് എൻ്റെ കല്യാണത്തിന് സ്വർണ്ണാഭരണങ്ങൾ വേണ്ടെന്ന് പലരും തീരുമാനിച്ചേക്കാം. ഇവിടെ ഹർഷ പാത്തു അവരുടെ ഏത് കാര്യത്തിൻ്റെ പേരിലാണെങ്കിലും അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അതിനുശേഷം അവർ വിവാഹത്തിന് തനിക്കിഷ്ടമുള്ള പോലെ ഒരുങ്ങിയിട്ടുണ്ട്, തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഒരുങ്ങി തന്നെയാണ്, വളരെ ചിരിച്ച മുഖത്തോടു കൂടിയാണ് അവർ വിവാഹ പന്തലിലേക്ക് കയറുന്നത്. സോ അവർ ആഭരണം വേണ്ടെന്നൊരു തീരുമാനം എടുത്തു, അത് അവരുടെ പ്രിഫറൻസ് ആണ്. എല്ലാ പെൺകുട്ടികളും അത് ആഘോഷിക്കണം അല്ലെങ്കിൽ അതുപോലെ അനുകരിക്കണമെന്ന് പറയുന്നത്, അത് നിങ്ങൾ മറ്റേ ആഭരണം ഇട്ട് ഇറങ്ങണമെന്ന് പറയുന്നത് കെട്ടിവെക്കുന്നതിൻ്റെ ഇപ്പുറത്തെ സൈഡ് പറയുന്ന പോലെ, ആ ആഭരണം എന്താണ്, ആ സ്വർണത്തിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പിന്നെ സിമ്പിളായിട്ടുള്ള വിവാഹം എന്ന് പറഞ്ഞ് ഇതിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന കുറേ ആളുകളെയും കണ്ടിട്ടുണ്ടായിരുന്നു. ആ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത്യാവശ്യം നല്ല വർക്കൊക്കെ ഉള്ള ഒരു കോസ്റ്റ്യൂമാണ്. അതിൻ്റേതായിട്ടുള്ള എക്സ്പെൻസ് ഉണ്ട്. ആ എക്സ്പെൻസ് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് ആ വരൻ്റെയും വധുവിൻ്റെയും ചോയ്സാണ്. അവരത് വിനിയോഗിച്ചു ആൻഡ് ദേ ആർ ഹാപ്പി. അൾട്ടിമേറ്റ് പരിപാടി, ദേ ആർ ഹാപ്പി, അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത്, ഈ കല്യാണം എന്ന് പറയുന്നത്,
അതായത് കല്യാണം എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്, ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ നമ്മൾ എല്ലാ പൈസയും സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ആ പരിപാടിയിൽ നിന്ന് മാറിയിട്ട്, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതേസമയം കല്യാണം എന്ന് പറയുന്ന ജീവിതത്തിലെ മറ്റേതൊരു ദിവസവും പോലെ തന്നെ വെറുതെ ഒരു ദിവസമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി ആ ദിവസത്തെ നിങ്ങൾ എങ്ങനെ ആഘോഷിച്ചാലും, ഇനി ഏറ്റവും സിമ്പിളായിട്ട് ട്രീറ്റ് ചെയ്താലും, വിവാഹം നമുക്കൊരു ബാധ്യതയാവാത്തടത്തോളം, കാരണം വിവാഹം എന്ന് പറയുന്ന ആ ദിവസത്തിനപ്പുറവും ജീവിതമുണ്ട്. മനുഷ്യരാണ്, ചിന്തകൾ മാറാം, ഇഷ്ടങ്ങൾ മാറാം, തോന്നലുകൾ മാറാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കാം. അപ്പോൾ ഒരു വിവാഹം കഴിച്ചു എന്നുള്ളത് ആജീവനാന്ത ബാധ്യത നമ്മളിൽ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ആജീവനാന്തം നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു വലിയ തുകയുടെ വലിയൊരു പങ്ക് നമ്മൾ വിവാഹ ചെലവിലേക്ക് മാറ്റിവെക്കുന്നു എന്ന് പറയുന്ന ഒരു ബാധ്യത നമ്മളിൽ അടിച്ചേൽപ്പിക്കാത്തടത്തോളം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വിവാഹം കഴിക്കാം, എൻജോയ് ചെയ്യാം അന്നത്തെ ദിവസം. ഈ റീൽ കാണുന്നതിന് മുമ്പ് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ കയ്യടി വാങ്ങാൻ വേണ്ടി സ്റ്റേജ് കിട്ടുമ്പോൾ മൈക്ക് കാണുമ്പോൾ കഥകൾ പറയുന്ന കുറേ ആളുകളുണ്ട്. അതിൽ മിക്കവാറും കഥകളിൽ ഒരുപാട് തള്ളിൻ്റെ അംശങ്ങളുണ്ടാവും. ചിലപ്പോൾ അത് അവരുടെ ജീവിതത്തിലെ കഥ പോലും ആയിരിക്കില്ല, വേറെ ആരുടെയെങ്കിലും കഥ കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ സ്വന്തം കഥ പോലെ അവതരിപ്പിക്കുക ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ജയറാമേട്ടനെയാണ് എല്ലാവരും കൂടി പൊക്കി എയറിലേക്ക് വിട്ടത്. അദ്ദേഹം 2020 ലാസ്റ്റ് സീനിൽ എന്തുകൊണ്ടില്ല എന്നുള്ള ചോദ്യത്തിന് തമിഴ്നാട്ടിൽ പോയപ്പോൾ പുള്ളി ദീപാവലിയാണെന്ന് പറഞ്ഞു. നോർത്ത് ഇന്ത്യ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ പുള്ളി അന്ന് ഗണേശോത്സവമോ ദുർഗാപൂജയൊക്കെ ആണെന്ന് പറഞ്ഞേനെ. കേരളത്തിൽ പുള്ളി ശബരിമല ആണ് അതിൻ്റെ കാരണം എന്നാണ് അടിച്ചത്. അങ്ങനെ മാറ്റി മാറ്റി പറയുന്നു എന്നുള്ളത് എല്ലാവരും കൂടി പൊക്കിയിരുന്നു. ഇപ്പോൾ ജയറാമേട്ടൻ്റെ മറ്റൊരു മൊഴിമുത്ത് വന്ന് കിട്ടിയിട്ടുണ്ട്, നമുക്കത് കാണാം. കല്യാണം കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ അടുത്ത് ചോദിച്ചു, കോളേജിൽ പഠിക്കുന്ന കാലത്തോ എപ്പോഴെങ്കിലും മറ്റേതെങ്കിലും കുട്ടികളുമായിട്ട് പ്രേമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെ ഈ വിവരം കേട്ട ഞാൻ സമ്മതിച്ചുണ്ടായിരുന്നു, എനിക്കൊരു കുട്ടിയായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു, ഒരു ഷാരടി കുട്ടി. ഷാരടി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ. പക്ഷെ ഒരു പ്രാവശ്യം പോലും ഈ ഷാരടി കുട്ടി എന്നെ തിരിഞ്ഞു നോക്കില്ല. എന്റെ അബദ്ധത്തിന് ഈ കഥ ഞാൻ പറയുകയും ഈ 25 വർഷങ്ങളും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ഷാരടിയുടെ പുറകെ നടന്നല്ലേ എന്ന് പറഞ്ഞ് ഇപ്പോഴും എന്നെ കളിയാക്കാറുണ്ട്. അതാണ് അന്ന് എനിക്ക് പറ്റിയ അബദ്ധം. ഈ ഷാരടിയുടെ കഥ ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ കേൾക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കണ്ണൻ എന്റെ അടുത്ത് ഇരുന്ന് ചോദിച്ചു, ഇത് സത്യമാണോ അമ്മാന്ന്. ഞാൻ പറഞ്ഞു, ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇപ്പൊ എന്തായാലും നല്ലൊരു കഥ നിങ്ങൾ കേട്ടു, എൻജോയ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു കാര്യത്തിന് പാർവതിയോട് ഒരു വലിയ താങ്ക്സ് പറയാണ്. കാരണം ഭാര്യമാരെക്കുറിച്ച് നമുക്ക് കുറച്ച് തമാശയൊക്കെ അടിക്കാം, അവരത് കേട്ട് അങ്ങനെ ഇരുന്നോളൂ. അതുകൊണ്ട് നമുക്കിനി അടുത്ത സ്റ്റേജ് കിട്ടും. പിന്നെ അടുത്ത സ്റ്റേജ് കിട്ടുമ്പോൾ ജയറാം ചിലപ്പോൾ ഇതിനേക്കാൾ റേഞ്ച് കൂടി എന്തെങ്കിലും ഒരു കഥയൊക്കെ ആയിരിക്കും പറയാം. ഇവിടെ ബേസിക്കലി കളിയാക്കപ്പെടുന്നത് എന്തെങ്കിലും ഒന്ന് നമ്മൾ സ്ത്രീകളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരത് വിടൂല, പുറകേ നടന്ന് നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെ പറയുന്ന ആ പുരുഷന്മാരുടെ ഭാര്യമാരെക്കുറിച്ചുള്ള ആ കോമഡി പരിപാടിയില്ലേ, അല്ലെങ്കിൽ അത് കോമഡി ആയിട്ടാണ് പറയുന്നതെങ്കിലും ആക്ച്വലി ഒരു ജെൻഡറിൻ്റെ സ്വഭാവ വൈകൃതം എന്നുള്ള രീതിയിലാണ് അത് അവതരിപ്പിക്കുന്നത്. അതിങ്ങനെ അവതരിപ്പിച്ച് കയ്യടി വാങ്ങാം എന്ന് പറയുന്ന ആ ചിന്തയ്ക്ക് പാർവതി കൊടുത്ത, അതും ചിരിച്ചുകൊണ്ട് എന്ത് 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 ക്ലാസ്സായിട്ടാണ് അവർ അതിനുള്ള മറുപടി കൊടുത്തത്. അതങ്ങനെയൊക്കെ മറുപടി കൊടുത്ത് ഒതുക്കിയിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ ആവർത്തിക്കപ്പെടും. ജയറാം ഇത് ചെയ്യുന്നു, പാർവതി അത് കേട്ട് എൻജോയ് ചെയ്യുന്നു എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ നാളെ അത് അനുകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ കെട്ടിയന്മാരുണ്ട്, ഓൾറെഡി അനുകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇനി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ജയറാം എന്തിനായിരിക്കും ഈ തമാശ തന്നെ പറഞ്ഞിട്ടുണ്ടാവുക? ഇത് ഉണ്ടാക്കി പറഞ്ഞാണെന്നുള്ളത് പാർവതി കൺഫേം ചെയ്തു. എന്തിനായിരിക്കും ഈ തമാശ പറഞ്ഞിട്ടുണ്ടാവുക? അതിൽ 2 കാരണങ്ങളാണ്. ഒന്ന്, ഭാര്യ സബ്മിസീവ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഭാര്യയെക്കുറിച്ച് ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് അവൾ എതിർക്കില്ലായിരിക്കും, എന്നെ പൊതുവേദിയിൽ വെച്ച് അവൾ അങ്ങനെ അപമാനിക്കില്ലായിരിക്കും എന്ന് പറയുന്ന ഹൈപ്പർ കോൺഫിഡൻസിനെ ഞാൻ അതിനെ പറയുള്ളൂ. ഇപ്പുറത്തെ സൈഡിൽ ഹേർട്ടാവുന്ന ഒരാൾക്ക് എനിക്ക് ഹേർട്ടായി എന്ന് പബ്ലിക്കായി അയാളെ ഹ്യൂമിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹേർട്ടായ കാര്യം അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം പബ്ലിക്കായി പറയാനുള്ള സ്പേസ് ഉണ്ട്. അവിടെ ഈ ഭാര്യ ഭർത്താവ് മറ്റേ പ്രൊട്ടക്ഷൻ പരിപാടിയൊന്നും പിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ സബ്മിസീവ് ആയിട്ടുള്ള ഭാര്യയെ കളിയാക്കി കയ്യടി വാങ്ങുന്ന കുറേ ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ആ സെയിം സാധനം അദ്ദേഹം അവിടെ അവതരിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്താ പറയുക, ഈ കയ്യടി വാങ്ങുക എന്ന് പറയുന്ന ഇവരൊക്കെ എല്ലാ സ്റ്റേജിലും നിന്ന് ഈ കയ്യടി വാങ്ങി അതിൽ ശീലമുള്ള ആൾക്കാരാണ്, നല്ല രസമായിട്ട് കഥകൾ പറയുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ എന്ത് റാൻഡം കാര്യം പറഞ്ഞാലും കയ്യടി വാങ്ങുന്ന ജയറാമിനെ സംബന്ധിച്ച് പെട്ടെന്ന് കയ്യടി കിട്ടുന്ന കുറേ ആളുകൾക്ക് കണക്റ്റ് ആവാൻ സാധ്യതയുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ജോക്ക് വേണമായിരുന്നു. നമ്മുടെ നാട്ടിലെ മാരേജ് ജോക്സിൻ്റെ അവസ്ഥ അതാണ്, വളരെ ഈസിയാണ്. സ്വന്തം പാർട്ട്ണറെ കുറിച്ച് നമുക്ക് മറ്റേ ആളുടെ പ്രശ്നങ്ങൾ അറിയാം, മറ്റേ ആളുടെ പോസിറ്റീവ്സ് അറിയാം. അതിലേതെങ്കിലും ഒരു പ്രശ്നത്തിനെ എടുത്തു വെച്ച്, അല്ലെങ്കിൽ ഇല്ലാത്തൊരു പ്രശ്നം, കുറേ ജനറൽ കൺസെപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതെടുത്തു വെച്ചിട്ട് ഇയാളെക്കുറിച്ചൊരു തമാശ ഉണ്ടാക്കി പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഇത് കാണുന്ന ഇത്തരം തമാശകൾ ശീലിച്ചിട്ടുള്ള മറ്റേ ഭർത്താക്കന്മാരും ഭാര്യമാരും ഒക്കെ ഇരുന്ന് കൈയടിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു തമാശയല്ല, ഹ്യൂമിലിയേഷനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ മാരേജ് ജോക്സ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഭർത്താവിനെക്കുറിച്ച് ഭാര്യയെക്കുറിച്ച് ഭർത്താവും ഒക്കെ പൊതുവേദിയിൽ കയ്യടി കിട്ടാൻ വേണ്ടി പറയുന്നുണ്ടാവും. മിക്കവാറും ഇത്തരം തമാശകൾ ഇവർ പറയുന്നത് അവരുടെ ഇടയിലായിരിക്കില്ല, കൂടുതലും പറയുന്നത് പബ്ലിക് സ്പേസിലാണ്. ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലിരിക്കുന്ന സമയത്ത്, ഇതുപോലെ മൈക്ക് കിട്ടുന്ന സമയത്ത് ഒരു തമാശ അങ്ങ് ഉണ്ടാക്കി പറയാണ്. ഒരു വൃത്തികേട് പറയാണ്. വൃത്തികേട് പറഞ്ഞാൽ കയ്യടി കിട്ടും. പക്ഷേ കയ്യടി കിട്ടുക എന്ന് പറയുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഇവർ ശ്രദ്ധിക്കാതെ പോകുന്നത്, ഇവർ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരയാക്കിയിട്ടുള്ള മറ്റേ ആളിവിടെ
പബ്ലിക്കായി അപമാനിക്കപ്പെടുകയാണ്, അയാൾ ഹേർട്ടാവുകയാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. ആസ് എ പാർട്ട്ണർ ചിലപ്പം ഭയങ്കര സ്നേഹവും കാര്യമൊക്കെ ആയിരിക്കും. പക്ഷേ 4 പേര് കൂടുന്നിടത്ത് ഒരു കയ്യടി കിട്ടാൻ വേണ്ടി ഒരു സാധനം ഇങ്ങനെ പറയുമ്പോൾ ഇപ്പുറത്തെ സൈഡിലെ ആൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ഇവർ അഡ്രസ്സ് ചെയ്യില്ല, ഇത് ചിന്തിക്കില്ല. അത് ആ വേദിയിൽ വെച്ച് തന്നെ കൃത്യമായി തിരുത്തി എന്നുള്ളത് അത് പാർവതി ചെയ്തൊരു അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. കാരണം അല്ലെങ്കിൽ ഇതിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നേ. ഇതിപ്പോൾ കറക്റ്റായിട്ട് ഈവൻ കൈയടിച്ച ആൾക്കാരോടും കൂടിയാണ് പറയുന്നത്, നിങ്ങളൊക്കെ സന്തോഷിച്ചല്ലോ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കേൾക്കുമ്പോൾ സന്തോഷിക്കുന്ന അത്ര നല്ല രീതിയൊന്നും അല്ല എന്ന് പാർവതി പറഞ്ഞാണ്. പക്ഷേ എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. അതേപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ റിയാക്ട് ചെയ്യണമെന്നില്ല. പാർവതി ഇങ്ങനെ നിന്ന് സംസാരിച്ചു. ചിലപ്പം വേറൊരാൾ റിയാക്ട് ചെയ്യുന്നത് വളരെ സങ്കടപ്പെട്ടിട്ടായിരിക്കും. സങ്കടപ്പെട്ട ഒരാൾ റിയാക്ട് ചെയ്യുമ്പോൾ ഈ കൂടെയുള്ള പറയുന്നുണ്ടെന്ന് തോന്നരുത്. വൃത്തിയായിട്ടവരൊക്കെ എന്താ പറയാൻ പോണെന്നറിയോ, നീ എന്തിനിങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നത്, ഇറ്റ്സ് ജസ്റ്റ് എ ഹ്യൂമർ, അല്ലെങ്കിൽ ഇത് ചുമ്മാ ഫണ്ണായിട്ട് പറഞ്ഞൊരു കാര്യമല്ലേ, ജോക്കായിട്ട് എടുത്തൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളുടെ ഇമോഷനെ നമ്മളവിടെ ഓവർ റിയാക്ഷൻ ആക്കും. ആക്ച്വലി അവിടെ സംഭവിച്ചത് ഒരാൾ മറ്റേയാളെ അപമാനിച്ച് 4 പേർക്ക് ചിരിക്കാനുള്ള വകയുണ്ടാക്കി. ആ ചിരിച്ച ഓരോ ആൾക്കാരും ഇയാളെ കൂടി അപമാനിക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് അവിടെ ചെയ്തത്. അവിടെ അയാൾക്ക് റിയാക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് പബ്ലിക്കായിട്ടുള്ള സ്പേസിൽ വെച്ച് റിയാക്ട് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷവും. പക്ഷേ പാർവതി അത് റിയാക്ട് ചെയ്തു എന്നുള്ളതുകൊണ്ട് ഒരാളെങ്കിലും ഒരാൾ ഈ കാണിക്കുന്ന വൃത്തികേടാണെന്ന് തിരിച്ചറിഞ്ഞാൽ വളരെ നല്ലതായിരുന്നു. നമുക്കിനി അടുത്ത റീലിലേക്ക് പോവാം. I'm not married and I don't have a child. I've always thought of motherhood in 2 ways. One is people who do have children and a child rearing process changes them immensely. They struggle. I'm only a witness there. Sometimes the choice to not have a child is also a good choice to make as a mother. That's where I'm at. Like, I know what I'm capable of doing right now. I know the space I can hold for another human being. I don't think I'll have the bandwidth to have a child, and I think that's my best decision as a mother to make right now. And when I have that option, I may go ahead and choose that. എനിക്ക് മറ്റേ absolutes സംസാരിക്കുന്നത് anymore, especially with regards to relationships and motherhood, I don't like it because I want to allow myself to change. Like, as a 7-year-old, 17, 27, when I got the tattoo, I was certain, right, that I'm going to adopt. I might adopt a child, I don't know. Or I might actually find a partner with whom I want to bring a child to the world who has both of, our qualities or whatever. It'll be nice. But as of now, I feel an ഏറ്റവും more responsible decision is to not go ahead. That doesn't mean that nurturing element in me is not there. എന്ത് സമാധാനമായിട്ട് ഉള്ള കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട കുറേ ഫാക്ടേഴ്സ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കമൻറ്റ് ബോക്സിൽ പോയി കഴിഞ്ഞാൽ, അതേപോലെ സോഷ്യൽ മീഡിയയിൽ പോയി കഴിഞ്ഞാൽ പാർവതി തിരുവോത്തിനെ അങ്ങ് എടുത്ത് ആക്രമിക്കുകയാണ്. ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ എന്നിലെ പുരുഷത്വം വിജയിച്ചു എന്നൊക്കെ പറയുന്ന പോലെ സന്തോഷിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ പറയുമ്പോൾ സ്ത്രീകൾ പുറകിലാണെന്ന് വിചാരിക്കരുത്. അമ്മയാവുക എന്നൊക്കെ പറയുന്ന അങ്ങനെ സ്റ്റഡി ക്ലാസ് എടുക്കുന്ന കുറേ സ്ത്രീകളും ഇതിൻ്റെ പുറകെ ചാടി ഇറങ്ങിയിട്ടുണ്ട്. അവരെന്താ പറഞ്ഞത്, എൻ്റെ ഉള്ളിലെ നർച്ചറിങ് എലമെൻറ്റ്, അതായത് ഒരു അമ്മത്വം അത് എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ആ അമ്മ കുഞ്ഞിനെ ബെയർ ചെയ്ത് തുടങ്ങുക. അവർ പറഞ്ഞതിലെ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി തോന്നിയൊരു കാര്യം, ഇതൊരു ടൈം ലൈനായിട്ട് എടുക്കും. ഈ ടൈം ലൈനിൽ ഇവരമ്മയാവുക എന്ന് പറയുന്ന അതിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ അവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ ആ കുഞ്ഞിനെ ജന്മം നൽകുക എന്ന് പറയുന്ന പോയിന്റ് മുതലല്ല അവരിലെ അമ്മത്വം സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിലെ ഉത്തരവാദിത്തങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കുഞ്ഞിനെ ലോകത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള സിറ്റുവേഷൻസ് തനിക്ക് ഒരുക്കാൻ പറ്റുക എന്ന് പറയുന്ന ആ കാര്യം കൂടി അമ്മയാവുക എന്ന് പറയുന്ന ആ ഒരു ടൈം ലൈനിലുണ്ട്. അത് എന്ത് രസമായിട്ട് അവർ പറഞ്ഞേക്കുന്നത്. ഇത് എന്താണ് ഇവന്മാർക്കൊന്നും മനസ്സിലാവാത്ത, അല്ലെങ്കിൽ ഇവർക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തതെന്ന് എനിക്കറിയില്ല. കുഞ്ഞിന് വയറ്റിൻ്റെ അകത്താക്കി അതിനെ പുറത്തേക്ക് എടുത്തു കഴിയുമ്പോഴേ അമ്മയുണ്ടാവുള്ളൂ എന്നല്ല. ഒരു കുഞ്ഞിനെ ഉത്തരവാദിത്തത്തോടെ നോക്കാനുള്ള ഒരു സാഹചര്യത്തിലോ, അല്ലെങ്കിൽ ആ കുഞ്ഞിന് വളരാനുള്ളൊരു സ്പേസ് കൊടുക്കാനുള്ളൊരു സാഹചര്യത്തിലോ ഞാൻ ഇന്ന് എത്തിയിട്ടില്ല എന്നൊരു തീരുമാനം എടുക്കുന്നതും മാതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം അവർ ഇപ്പം അവരുടെ കരിയറിൻ്റെ ഒരു നല്ല അവസ്ഥയിൽ നിൽക്കുകയാണ്, അവർക്ക് ആ കാര്യങ്ങളിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തോന്നുക. ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടാവാം, അതൊക്കെ അവരുടെ ചോയ്സാണ്. അതൊക്കെ നിലനിർത്തി ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് ഗർഭിണിയായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഇന്നത്തെ മാനസികാവസ്ഥയിൽ ഒരു കുഞ്ഞിനെ അതിന് ഏറ്റവും ഹാപ്പിയായി അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൊടുത്ത് നോക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു തിരിച്ചറിവിലായിരിക്കും അവരിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്താണെന്നറിയോ, എങ്ങനെയെങ്കിലും ഒന്ന് പെറ്റാൽ മതി, അത് എങ്ങനെയെങ്കിലും വളർന്നോളും, പെറ്റ് കഴിഞ്ഞ് അമ്മയായി എന്നൊക്കെ പറയുന്ന പോലത്തെ കുറേ സാധനങ്ങൾ ആൾക്കാരുടെ ഉള്ളിൽ കിടപ്പെട്ട് അങ്ങനെയല്ല നമ്മൾ എത്ര വട്ടം വിളിച്ചു പറഞ്ഞു. ഒരു കുഞ്ഞിനെ ഈ ലോകത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതിനെ ഏറ്റവും നന്നായി നോക്കാനുള്ള സാഹചര്യങ്ങൾ കൂടി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അങ്ങനെ അല്ലാതെ ഇത് മറ്റേ പെറ്റ് കൂട്ടാനുള്ള സാധനമൊന്നും അല്ലല്ലോ. നമ്മുടെ നാട്ടുകാരുടെ പ്രശ്നം എന്താ അറിയോ, നമ്മളെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യിച്ചുകൊണ്ടേയിരിക്കണം. അതായത് നമ്മൾ ജീവിതത്തിൽ ആലോചിച്ചൊരു തീരുമാനം എടുക്കുന്നതൊന്നും അവർക്ക് പറ്റില്ല. ഒരു പ്രായമായില്ലേ, നീ ഒരു കല്യാണം കഴിച്ചില്ലെങ്കിൽ ചോദിച്ചു നമ്മളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. ഇനി കല്യാണം കഴിച്ചിട്ട് ആ റിലേഷൻഷിപ്പ് നന്നായി പോകുന്നില്ല, ഇപ്പോൾ പ്രണയത്തിലാണെങ്കിലും ആ റിലേഷൻഷിപ്പ് നന്നായി പോകുന്നില്ല, അപ്പം നിനക്ക് നിൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി, നമുക്ക് സമാധാനമായിട്ട് പിരിയാന്ന് പറഞ്ഞു രണ്ടുപേരും ഓക്കെ ആണെങ്കിലും നാട്ടുകാർ ഇടപെടും. അതെങ്ങനെ ശരിയാവുക, നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ എൻ്റെ ഡിവോഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നെ 2 വട്ടം ഫോണിൽ മാത്രം ബന്ധപ്പെട്ടുള്ള ഒരുത്തൻ
എടാ പോടാ അവിടുന്ന്, നീ ഡിവോഴ്സ് ചെയ്യുന്നത് എന്ത് വർത്താനം നീ പറയുന്നതെന്ന്. ഒരു ചായ കുടിക്കുന്ന സമയം പോലും എൻ്റെ കൂടെ ഇരുന്നിട്ടില്ലാത്ത ഒരാൾ, എൻ്റെ ജീവിതത്തിനെ കുറിച്ച് അറിയാത്ത ഒരാൾ, ഞാൻ ഡിവോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഇതാണ് സമൂഹത്തിൻ്റെ സ്വഭാവം. അവർ നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കും. നമ്മൾ തമ്മിൽ തല്ലി മറ്റേ തലകീറി ഭയങ്കര അവസ്ഥയൊക്കെ ആയി ഒരു പാർട്ട്ണർ, അവൻ ചിലപ്പോൾ ഒരു മുഴുനീള കള്ളുകൂടിയനും ഭാര്യയെ തല്ലുന്നതിനോ ആവുന്നു, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ഉപദ്രവിക്കുന്ന ഒരാളായിട്ട് മാറുന്നു. അങ്ങനെ ടോക്സിക്കായി ദുരന്തമായി രണ്ട് വഴിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പോയാലും ഒരു കുഴപ്പമില്ല. പക്ഷേ ഡിവോഴ്സ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ കല്യാണം കഴിപ്പിച്ചാൽ പിന്നെ നിങ്ങളോട് ഞങ്ങൾ ചെയ്യാൻ പറയുന്നത് ഒരു കൊച്ചിനെ ഉണ്ടാക്കും. ഈ കൊച്ചിന് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനോ നല്ല ആഹാരം കൊടുക്കാനോ അതിന് നല്ലൊരു സാഹചര്യം ഒരുക്കി കൊടുക്കാനോ ഒന്നും ഫിനാൻഷ്യലി കേപ്പബിൾ ആയിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിലും എന്തേ പിള്ളേരൊന്നും ഇല്ലാത്തേ. എന്നാൽ പിള്ളേരുണ്ടാവുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ, കുറച്ച് ഫിനാൻഷ്യലിയൊക്കെ ഒന്ന് സെറ്റിൽ ആവണ്ടേ, എന്നാലേ നമുക്കൊരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമെന്ന് ഒരുത്തനും ചോദിക്കില്ല. കാര്യം പിള്ളേരുണ്ടാക്കിക്കുക എന്നുള്ളതാണ് അവർ നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഇവിടെ ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി ഞാനും മാനസികമായി പ്രിപ്പയർ ആയിട്ട് അത് മതി എന്ന് തീരുമാനിക്കുന്നത് അവരുടെ അമ്മ എന്ന് പറയുന്ന ആ ഒരു ജേണിയില്ലേ, ആ ജേണിയിലെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ളൊരു തീരുമാനമാണ്. ദാറ്റ് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് മോസ്റ്റ് പ്രാക്ടിക്കൽ സൊല്യൂഷൻ. ഈ കുഞ്ഞിനെ ഭൂമിയിൽ കൊണ്ടുവന്നതിന് ശേഷം അയ്യോ എനിക്ക് എൻ്റെ കരിയർ പോയേ, അയ്യോ എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല, ഇത് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഈ കുഞ്ഞു കാരണം എൻ്റെ ലൈഫിൽ ഒന്നും മൂവ് ചെയ്യുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ ഞാൻ സെറ്റിലായി, ഞാനിപ്പോൾ ഹാപ്പിയാണ്, എനിക്കൊരു കുഞ്ഞിനെ വേണം എന്ന് ചിന്തിച്ച് ആ കുഞ്ഞിൻ്റെ കൂടെയുള്ള ഓരോ മൊമെൻറ്റും ഏറ്റവും ബ്യൂട്ടിഫുള്ളായി സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അതല്ലേ ഒരു അമ്മ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്നത്. അവർ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതല്ലേ ആ ഹാപ്പി ആയിട്ടുള്ള ആംബിയൻസിന് കുഞ്ഞിന് കൊടുക്കുക എന്ന് പറയുന്ന രീതിയിൽ ആ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പോൾ അവരുടെ അമ്മയാവുക എന്ന് പറയുന്ന ജേണിയിൽ ഇപ്പോൾ അമ്മയാവണ്ട എന്നുള്ള അവരുടെ തീരുമാനമാണ് ഏറ്റവും നല്ല ഡിസിഷൻ എന്ന് പറയേണ്ടി വരും. കാരണം ആ ഡിസിഷൻ നല്ലതാണോ മോശമാണോ എന്ന് തീരുമാനിക്കുന്നത് അവരാണ്. പക്ഷേ നാട്ടുകാർക്ക് പറ്റില്ല, നമ്മൾ തീരുമാനിക്കും. പാർവതി പ്രായമൊക്കെ ആയില്ലേ, ഒന്ന് കല്യാണം കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കുറച്ച് അപവാദ കഥകൾ ഉണ്ടാക്കാൻ. അപവാദ കഥയൊക്കെ ഒന്ന് തളർന്ന് ക്ഷീണിച്ച് കഴിയുമ്പോഴേക്കും പാർവതി പിള്ളേർ വേണ്ടേ, പിള്ളേരുണ്ടാക്കൂ, എന്നിട്ട് അതിനുശേഷം അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇങ്ങനെയാണ് നാട്ടുകാർ നോക്കിയിരിക്കുന്നത്. പക്ഷേ ഭാഗ്യത്തിന് ഈ നാട്ടുകാർ പറയുന്നൊന്നും കേൾക്കാതെ അവരുടെ ലൈഫ് സുന്ദരമായി അടിപൊളിയായിട്ട് ജീവിക്കുന്നത് അവരങ്ങനെ ജീവിക്കുന്നു, ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. നല്ല കാര്യം. പാർവതി ഈ തീരുമാനം പറഞ്ഞപ്പോൾ അതിനെ അച്ഛം പുച്ഛം എതിർത്തിട്ടുള്ള കുറേ അമ്മമാർ ചിലപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹം അതൊന്നും അവർ പറയൂല. അല്ലെങ്കിൽ പാർവതി ഈ തീരുമാനം എടുക്കുമ്പോൾ അവരെ പുച്ഛിക്കാൻ ഇറങ്ങി നടക്കുന്ന പുരുഷന്മാരുണ്ടാക്കി വിട്ടിട്ടുള്ള കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ആദ്യം സ്വന്തം ജീവിതത്തിലേക്ക് നോക്കൂ. നമ്മൾ പ്രിപ്പയർഡാണോ? നമ്മൾ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കുട്ടികളെ നമ്മൾ നന്നായി നോക്കുന്നുണ്ടോ? അവരുടെ ഫ്യൂച്ചർ ഹാപ്പിയാണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിന് പകരം പാർവതി എന്ത് തീരുമാനം എടുക്കുന്നു എന്ന് ആലോചിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞ് വേണ്ട എന്ന് തീരുമാനിക്കുന്ന സ്ത്രീകളുടെ മെക്കിട്ട് കയറാൻ നടക്കാമെന്ന് പറയാൻ നിനക്കൊന്നും വേറെ പണിയില്ലേ? നമുക്കിനി അടുത്ത റീലിലേക്ക് പോകാം. ഇതും സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ആക്രമിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു അഭിനേത്രിയാണ്. മാക്സിമം ഞാൻ പഴയ പോലെ അധികം ഫോട്ടോഷൂട്ട്സ് ഒന്നും ചെയ്തിടാറില്ല. ബിക്കോസ് എന്റെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കാൻ തുടങ്ങി, മനസ്സിലായോ? എസ്പെഷ്യലി നെഗറ്റീവ് കമന്റ് മൈൻഡ് ചെയ്യണ്ട എന്ന് വിചാരിച്ചാൽ പോലും എന്നെ ഒരു ഭയങ്കര ഒരു നെഗറ്റീവ് ആളാക്കി അങ്ങ് ഇത് ചെയ്തു, മനസ്സിലായി. എന്നോട് എനിക്ക് പബ്ലിക്കലി ഞാൻ ഫേസ് ചെയ്ത കുറെ ഇഷ്യൂസിനെ കുറിച്ചാവട്ടെ, എനിക്ക് കോഴിക്കോട് വെച്ചുണ്ടായ ഒരു ഇഷ്യൂ അല്ല, ഞാൻ അയാളെ ചെയ്തു, അതിന് കുറെ പേര് വന്ന് കമന്റ് ചെയ്തു, അങ്ങനെ തുണിയിട്ടാൽ ആരായാലും കയറി പിടിക്കുന്നുള്ളത്. ഞാൻ അവൾ അങ്ങനെ പിടിച്ചു, അതെന്തായാലും നന്നായി, അവൾക്ക് അത് തന്നെ വേണം. എത്രത്തോളം ട്രോമയിലേക്ക് എങ്ങനെ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നു, റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ മനസ്സിലാക്കാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഫോട്ടോഷൂട്ട്സും അല്ലെങ്കിൽ ഭയങ്കര അപ്ഡേറ്റഡ് ആയി ഭയങ്കര ക്രിയേറ്റീവ്ലി ഇങ്ങനെയൊക്കെ ചെയ്തു. ഞാൻ കുറച്ച് നാളായിട്ട് ജസ്റ്റ് കുറച്ചൊക്കെ ഒന്ന് മാറി നിൽക്കുമായിരുന്നു. ബേസിക്കലി അങ്ങനെ പ്രിവ്യൂനൊക്കെ വിളിച്ചാലും ഞാൻ ഇങ്ങനെ ആലോചിക്കുമോ പോയി കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും എന്റെ മുഖത്തിന്റെ റെസ്റ്റിംഗ് ഫേസ് അങ്ങനെയാണ്. അപ്പൊ പിന്നെ സാനിയ ആദേശത്തിൽ പോകുന്നു, അപ്പൊ താഴെ ഫുൾ കമന്റ്സ് അഹങ്കാരി, ഇവളെ കാര വിളിച്ച് എന്ന് നമ്മൾ എന്ത് ചെയ്താലും ആൾക്കാർ നമ്മളെ ഇങ്ങനെയാണ് ഇവളെ ഇങ്ങനെയാണെന്ന് ജഡ്ജ് ചെയ്ത് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ഫീൽ ഓഫ് മതി, എനിക്കിത് ഒന്നും കേൾക്കണ്ട, വെറുതെ എന്റെ മെന്റൽ പീസിനെ ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഞാൻ എടുത്ത കുറച്ച് തീരുമാനങ്ങളാണ്. സാനിയ അയ്യപ്പൻ്റെ വനിതയിൽ വന്നിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്, വനിത എടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിലെ വളരെ പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ അവർ സംസാരിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് അതിൽ കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഒരു റീലാണ് നമ്മളിപ്പോൾ കണ്ടത്. ദി യൂത്ത് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് അവരാണ് ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു റീലായിട്ടിട്ട് അതിൽ നിന്നാണ് നമ്മളിത് കാണുന്നത്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം, ഒരാൾ അയാളുടെ ലൈഫിൽ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം, ആ എൻജോയ് ചെയ്ത് കാണുന്നതിനെ നല്ല മനസ്സോടുകൂടി കാണുകയും അതിനെ ഫോളോ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവരിഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളെ മുഴുവൻ, അവരുടെ നിറം, അവരുടെ നോട്ടം, അവരുടെ ഇരിപ്പ്, അവരുടെ ഡ്രസ്സ്, ഇതിനെ മുഴുവൻ ജഡ്ജ് ചെയ്ത് അതിൻ്റെ പീക്കിൽ കൊണ്ടുപോയി അവരെ ഏറ്റവും മോശമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ചെന്ന് പെട്ടപ്പോൾ പോലും കണക്കായിപ്പോയി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ അൾട്രാ പ്രോ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ കാരണം
അവരവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ബ്രേക്ക് എടുത്തേക്കാണ്, അവർ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ ആ പ്രോസസ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് സൈനിയപ്പം വരുന്നു, അവിടെ ഒരു വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർ ഉണ്ട്, വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനർ ഉണ്ട്, വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ജ്വല്ലറി മേക്കേഴ്സ് ഉണ്ട്, ഇവരെല്ലാവരും മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്, ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഈ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിനെ പല രീതിയിൽ കണ്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ അൾട്രാ പ്രോ നെഗറ്റീവുകളൊക്കെ കയറി വരുന്നത്. ഈ നെഗറ്റീവ്സ് അവരെ ഇങ്ങനെ ബാധിക്കണമെങ്കിൽ അത് എന്ത് ശക്തിയാണ് ആ നെഗറ്റീവ് സാധനങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ എത്ര ആൾക്കാരാണ് ഈ നെഗറ്റീവ് പറഞ്ഞു പോകുന്നത്? ഒരു സ്ത്രീ പൊതുമധ്യത്തിൽ വെച്ച് വേറൊരാളാൽ ബലാത്കാരമായി വേദനിക്കപ്പെട്ടു, ശാരീരികമായി അവർ വേദനിക്കപ്പെട്ടു, മാനസികമായി അവർ തളർന്നു പോയി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലും കണക്കായി പോയി എന്ന് പറയാൻ പറ്റണമെങ്കിൽ അൾട്രാ പ്രോ നെഗറ്റീവ് എന്നൊന്നും പറഞ്ഞാൽ പോരാ. ആ കമൻ്റ് ഇട്ട ഓരോ ആൾക്കാരെയും നമുക്ക് ക്രിമിനൽസിനെ വിളിക്കാൻ പറ്റുള്ളൂ. എനിക്ക് സത്യമായിട്ടും സാനിയപ്പനോട് പറയണമെന്ന്, നിങ്ങൾ ഇഷ്ടമുള്ള കാര്യം ചെയ്യൂ, ഈ നെഗറ്റീവ്സ് മൈൻഡ് ചെയ്യാതിരിക്കൂ എന്നുള്ളൊരു റാൻഡം ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവരോട് പറയാൻ തോന്നും. അത് നമുക്ക് ആരോടായാലും പറയാൻ തോന്നുന്നതാണ്. പക്ഷേ അവിടുത്തെ പ്രശ്നം അവരാണിത് അനുഭവിക്കുന്നത്. അവരുടെ മെൻ്റൽ ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് എപ്പോൾ ശരിയാവുമെന്ന് അവർക്ക് തോന്നുന്നു, അവർക്ക് എപ്പോൾ ഇതിനെ ഫേസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു, അപ്പോൾ അവർ ചെയ്താൽ മതി. പക്ഷേ ഈ അൾട്രാ പ്രോ നെഗറ്റീവുകളും ക്രിമിനൽസും ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു മനുഷ്യജീവിയുടെ സന്തോഷത്തിനെ ഇല്ലാതാക്കി. കുറച്ച് പാഷനേറ്റ് ആയിട്ടുള്ള പുതുതായിട്ട് വളർന്നു വരുന്ന കുറേ ആളുകൾ, ഫോട്ടോഗ്രാഫേഴ്സും ഡ്രസ്സിൻ്റെ ഡിസൈനേഴ്സ്, ആഭരണങ്ങളുടെ ഡിസൈനേഴ്സ്, മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ, ഹെയർ സ്റ്റൈലിസ്റ്റ്, അങ്ങനെ ഒരുപാട് ആളുകളുടെ ഓപ്ഷനുകൾ ഇല്ലാതാക്കി. ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും. എന്നിട്ട് വീണ്ടും സോഷ്യൽ മീഡിയയിൽ പോയി അടുത്ത പെണ്ണിനെ തപ്പും, അല്ലെങ്കിൽ അടുത്ത ആളെ തപ്പും. വളർന്നു വരുന്ന ഒരാളെ അയാളുടെ ഇഷ്ടങ്ങളൊക്കെ ഇല്ലാതാക്കാവുന്ന രീതിയിൽ എങ്ങനെ ആക്രമിക്കാമെന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് നടക്കുകയായിരിക്കും. ഇപ്പോൾ ഇതുങ്ങളെല്ലാം വട്ടമിട്ട് പിടിച്ചേക്കുന്നവർക്ക് എപ്പോഴും ഇരകളെ കിട്ടിക്കൊണ്ടിരിക്കും. കാരണം അഭിനേത്രിമാരുണ്ടാവുന്നുണ്ട്, മോഡൽസ് ഉണ്ടാവുന്നുണ്ട്, അതുപോലെ സ്വന്തം ഇഷ്ടപ്രകാരം ഇപ്പോൾ പാട്ട് പാടി, അങ്ങനെ പല രീതിയിൽ മുന്നോട്ട് വരുന്ന സോഷ്യൽ മീഡിയയിൽ പോപ്പുലർ ആവുന്ന ആരെങ്കിലും കിട്ടിയാൽ മതി. ഇപ്പോൾ അവരുടെ എര എന്ന് പറയുന്നത് എസ്തറാണ്. എസ്തറിൻ്റെ പുറകെ കൂടിയിട്ടുണ്ട്. എസ്തർ പബ്ലിക്കായിട്ടുള്ള സ്പേസിൽ അവരിടുന്ന ഡ്രസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കി വിലയിരുത്തി അതിന് മാർക്കിട്ട് അവരെ കൊച്ചാക്കി കാണിച്ച്, അതും ഇതേ ഡയലോഗുകളും കാര്യങ്ങളൊക്കെയാണ്. ഈ കമൻറ്റ് ബോക്സിലെ ഈ മാലിന്യ കൂമ്പാരം കാണുമ്പോൾ ഇവരൊക്കെയും സ്വന്തമായിട്ട് ഇത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ജസ്റ്റ് കുറേ സൈക്കോളജിക്കൽ ടേംസ് യൂസ് ചെയ്താൽ ഒരു റിലേഷൻഷിപ്പ് മെച്ചൂർ ആവില്ല. ഹലോ, ഒരു റിലേഷൻഷിപ്പ് നശിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങൾ വേണ്ട. ഒരാളെ തെറ്റായ ഒരു ലേബിൾ വിളിച്ചാൽ മതി. കഴിഞ്ഞ റീലിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ എല്ലാവരും മെന്റൽ ഹെൽത്ത് എക്സ്പേർട്സ് ആണെന്ന്. ഇതിന്റെ ഏറ്റവും ഡേഞ്ചറസ് വേർഷൻ എവിടെയാണ് കാണുന്നതെന്ന് അറിയാമോ? റിലേഷൻഷിപ്സിൽ ഫൈറ്റ് ചെയ്താലുടനെ നീ നാർസിസ്റ്റ് ആണ്, ഇമോഷണൽ ആയാലുടനെ നീ ബോർഡർ ലൈൻ ആണ്, സ്പേസ് വേണം എന്ന് പറഞ്ഞാൽ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ്, കൂടെ മറവി ഉണ്ടായാൽ ADHD. ദ തിങ് ഇസ്, ഒരു ബിഹേവിയർ വെച്ചിട്ടല്ല ഒരാൾക്ക് ഒരു സൈക്കാട്രിക് ഡയഗ്നോസിസ് കൊടുക്കുന്നത്. ഒരു പാറ്റേൺ കാലക്രമേണ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ റിപ്പീറ്റ് ചെയ്യണം. ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ഇമ്പയർമെന്റ് അല്ലെങ്കിൽ ഡിസ്ട്രസ് ഉണ്ടാകണം. അതുപോലെ തോന്നാവുന്ന മറ്റ് കാരണങ്ങൾ, മെഡിക്കൽ കണ്ടീഷൻസ്, ഈവൻ സൈക്കാട്രിക് ആൻഡ് സൈക്കോളജിക്കൽ കണ്ടീഷൻസ് റൂൾ ഔട്ട് ചെയ്യണം. ജസ്റ്റ് കുറെ സൈക്കോളജിക്കൽ ടേംസ് യൂസ് ചെയ്താൽ ഒരു റിലേഷൻഷിപ്പ് മെച്ചൂർ ആവില്ല. നമ്മൾ ഒരാളെ മനസ്സിലാക്കാനല്ല അയാളെ ലേബൽ ചെയ്യുന്നത്, അയാളെ ഡിസ്മിസ് ചെയ്യാനാണ്, വാദിച്ച് തോൽപ്പിക്കാനാണ്. ആൻഡ് ദാറ്റ്സ് ഡേഞ്ചറസ് ബിക്കോസ് വൺസ് യു സ്റ്റാർട്ട് കോളിംഗ് സംവൺ നാർസിസിസ്റ്റിക്, ബോർഡർ ലൈൻ, അവോയ്ഡന്റ്, ടോക്സിക്, പിന്നെ അവർ പറയുന്നതെല്ലാം നമുക്ക് സിംറ്റം ആയി തോന്നും. അവരുടെ പെയിൻ മാനിപ്പുലേഷൻ ആയിട്ട് തോന്നും, ഫിയർ ഡ്രാമ ആയിട്ട് തോന്നും, സൈലൻസ് അബ്യൂസ് ആയിട്ട് തോന്നും, മിസ്റ്റേക്സ് നമ്മൾ ഡയഗ്നോസിസ് ആക്കി മാറ്റും. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഡസ് ദിസ് മീൻ ദാറ്റ് യു ഷുഡ് ബി ടോളറേറ്റിംഗ് അബ്യൂസീവ് റിലേഷൻഷിപ്സ്? ഹെൽ നോ. ഒരാളുടെ ബിഹേവിയർ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ സെറ്റ് ക്ലിയർ കട്ട് ബൗണ്ടറീസ്. റിലേഷൻഷിപ്പിൽ നിന്ന് വാക്ക് അവേ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ അബ്സല്യൂട്ട്ലി ഡു ദാറ്റ്. ഇറ്റ് ഇസ് യുവർ റൈറ്റ്. പക്ഷെ ഒരാളെ ക്ലിനിക്കൽ ലേബിളിട്ട് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് തെറപ്പി അല്ല, വെറും ഫൈറ്റ് ആണ്. സോ നെക്സ്റ്റ് ടൈം ഒരാളെ ലേബിൾ ചെയ്യുന്നതിന് മുമ്പ് സ്വയം ചോദിക്കുക, ഞാൻ ഇയാളെ മനസ്സിലാക്കാനാണോ ശ്രമിക്കുന്നത് അതോ തോൽപ്പിക്കാനാണോ? ആകെ 352 ലൈക്ക് കിട്ടിയിട്ടുള്ള ഒരു റീലാണത്. ഇതിൻ്റെ ടോട്ടൽ വ്യൂ എന്ന് പറയുന്നത് 99,907 പ്രൊഫൈലിൽ കയറി നോക്കുമ്പോൾ 5,781 ഫോളോവേഴ്സേ ഉള്ളൂ. ഇതൊന്നും പറയുന്ന ഇതിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർ ഇന്ദു CG അവരുടെ പേജ് കയറി നോക്കുമ്പോൾ MBBS MD സൈക്കാട്രിക് മെൻ്റൽ ഹെൽത്ത് പഠിച്ചിട്ടുള്ള ആളാണ്. അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ് ഈ കാര്യം പറയുന്നത്. അവർ പറഞ്ഞത് ഒരു പ്രൊഫഷണൽ അഡ്വൈസാണ്. പക്ഷെ എന്താ കാര്യം എന്നറിയോ? ഇതൊന്നും ആൾക്കാർക്ക് വേണ്ട. BPDയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഡിഗ്രിക്ക് ഒരു 3 വർഷം നിങ്ങൾ സൈക്കോളജി പഠിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സൈക്കോളജിസ്റ്റ് അല്ല. നിങ്ങൾക്ക് കുറച്ച് ടേംസ് അറിയാം, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ബേസിക് ലെവലിൽ. അത് കഴിഞ്ഞ് പിന്നീട് ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷേ റാൻഡമായിട്ട് നമുക്ക് ചില PDF ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, കുറച്ച് പുസ്തകങ്ങൾ ചിലപ്പോൾ കിട്ടും, അതുപോലെ ചില വീഡിയോസ് ഓൾറെഡി സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള സൈക്കാട്രിസ്റ്റുകളായിട്ടുള്ള കുറച്ച് ആളുകളെ ഫോളോ ചെയ്യുമ്പോൾ കുറച്ച് ടേംസ് കിട്ടും. ഈ ടേംസ് വെച്ചിട്ട് സ്വന്തമായിട്ട് ഇതങ്ങ് പഠിക്കുകയാണ്. എൻ്റെ പാർട്ട്ണർക്ക് BPD ആണ്, എൻ്റെ പാർട്ട്ണർക്ക് NPD ആണ് എന്നൊക്കെ പറയുന്ന ഈ സാധനങ്ങളുമായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. എനിക്ക് NPD ആണ്, എനിക്ക് ADHD ആണ് എന്ന് സ്വന്തമായി പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെയും പ്രശ്നമാണ്. കാരണം ഇവിടെ ഒന്നും നിങ്ങളൊരു പ്രൊഫഷണൽ അഡ്വൈസ് എടുക്കുന്നില്ല. സം റാൻഡം ഡൂഡ് ഇസ് ടോക്കിംഗ് സംതിങ്. നിങ്ങളതങ്ങ് വിഴുങ്ങുകയാണ്. നിങ്ങൾക്ക് NPDയോ BPDയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് അങ്ങനത്തെ ഒരു സാധനമോ ഇതൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. നമ്മൾ ക്ലിനിക്കൽ
സൈക്കാട്രിസ്റ്റിനെ ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ സൈക്കോളജിസ്റ്റുകളെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും കോമണായി പറയുന്ന കാര്യം എന്താണെന്നറിയോ? അവരുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആൾക്കാർ, അതായത് ഒരു പ്രശ്നമുണ്ട് അതെന്താണെന്ന് കേൾക്കാമെന്ന് വെച്ച് സൈക്കോളജിസ്റ്റ് കാത്തിരിക്കുമ്പോൾ ഇവർ പറയുന്നു, ഡോക്ടർ എനിക്ക് NPD ഉണ്ടെന്നാണ് തോന്നുന്നത്, എനിക്ക് BPD ആണെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ എനിക്ക് ADHD ഉണ്ട്. ഇത് ഇവർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞു. അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ കിട്ടുന്ന റാൻഡം സാധനങ്ങളൊക്കെ വെച്ച് സ്വയം ഡയഗ്നോസ് ചെയ്തിട്ടാണ് ഇവർ ഈ ഡോക്ടറുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എന്നിട്ട് ഇവരെ എക്സാമിൻ ചെയ്തു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു തെറാപ്പി സെഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഇവർക്ക് ഈ പ്രശ്നമൊന്നുമില്ല. ആരൊക്കെയോ ചുമ്മാ പറയുന്ന കാര്യങ്ങൾ കേട്ട്, ഇപ്പം എനിക്കൊരു ഇവിടെ ഈ ഭാഗത്തായിട്ട് എനിക്കൊരു കുത്തുന്ന വേദന വന്നു കഴിഞ്ഞാൽ ഞാൻ നെറ്റ് കയറി നോക്കി ആദ്യം ഹാർട്ട് അറ്റാക്ക്, എനിക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ളതാണ്, അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം. അപ്പോൾ അത് ഞാനൊരു ഡോക്ടറെ കണ്ടിട്ട് വേണം ആ സിറ്റുവേഷൻ ഞാൻ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷേ സംഭവിക്കുന്നത് എന്താ, നമ്മൾ ഗൂഗിൾ നോക്കി പേടിക്കും. ഇനി അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളൊരു സാധനമാണ്, നിങ്ങൾ ചുമ്മാ ഒരാളെ നോക്കിയിട്ട് അയാൾക്ക് തലയ്ക്ക് സുഖമില്ല എന്ന് വിചാരിച്ചിട്ട് അയാളെ കുറച്ച് നേരം നോക്കിയിരുന്ന അയാൾ കാണിക്കുന്ന മുഴുവൻ നിങ്ങൾക്ക് അബ്നോർമലായിട്ട് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ അയാൾ നമ്മളോട് എന്താടാ എന്ന് തിരിച്ചു ചോദിച്ചു, എന്തിനാ നോക്കുന്നതെന്ന് ചോദിച്ചാൽ പോലും നമുക്ക് ചിരി വരും. അങ്ങനെയല്ല നമ്മൾ ഡയഗ്നോസ് ചെയ്യേണ്ടത്. കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആൾക്കാർ അവരൊരു പ്ലെയിൻ ഒരു പേപ്പർ പോലെ നമ്മൾ നോക്കും, എന്നിട്ടാണ് അവർ ഡയഗ്നോസ് ചെയ്യുക. നമ്മൾ ഈ ഓൺലൈനിൽ നോക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഈ പ്രശ്നം ഉണ്ടോ എന്ന് അറിയാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഈ പ്രശ്നം ഉണ്ടെന്ന് തോന്നും. ഇത് സ്വന്തമായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത് ഒരു അപകടാവസ്ഥയാണ്. അതിൻ്റെ വേറെ ലെവൽ അപകടാവസ്ഥയാണ് സ്വന്തം പാർട്ട്ണറെ കുറിച്ചിരുന്ന് വിലയിരുത്തുന്നത്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് ഇടയ്ക്ക് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ പല കാരണങ്ങളുണ്ടായേക്കാം. നിങ്ങളത് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ പാർട്ട്ണറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഉപകാരം ഉണ്ടാകുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് ഒരു പരിഹാരം തേടൽ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് പ്രൊഫഷണൽസിനെ കൺസൾട്ട് ചെയ്യാം. അവിടെ നിന്ന് നിങ്ങൾക്കൊരു പരിഹാരം കിട്ടുന്നില്ല, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് വോക്ക് ചെയ്യാം. ഇതവിടെ ഉള്ളപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അയാൾ ദേഷ്യപ്പെടുന്നുണ്ട്, എന്നോട് എപ്പോഴും ദേഷ്യപ്പെടുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? അപ്പോൾ ഉണ്ടാവും സോഷ്യൽ മീഡിയയിൽ ഒരാൾ പറയുന്നു നാർസിസ്റ്റുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള 5 മാർഗ്ഗങ്ങൾ. ഏത് 5 മാർഗ്ഗങ്ങൾ? നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള 5 ട്രൈറ്റ്സ് ആണ് അയാൾ പറയുന്നത്. അല്ലാതെ ആ 5 ട്രൈറ്റ്സിൽ ഏതെങ്കിലും ഒരു ട്രൈറ്റുള്ള എല്ലാവരും നാർസിസ്റ്റ് ആണെന്നല്ല. പിന്നെ ഈ നാർസിസം എന്ന് പറയുന്നത് ഒരു സ്പെക്ട്രമാണ്. ഇതൊന്നും ഈ അരവൈദ്യന്മാർ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ളൊരു പ്രൊഫഷണലെ പോയി കാണണം. അവർ നോക്കിയിട്ട് പറഞ്ഞുതരും ഇങ്ങനൊരു സിറ്റുവേഷനാണ്, നമുക്കത് ലൈഫ് സ്റ്റൈൽ കൊണ്ട് മറികടക്കാവുന്ന ഒരു സ്റ്റേജ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞുതരും, അല്ലെങ്കിൽ മെഡിസിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞുതരും. അങ്ങനെ പോവുക, പരിഹാരം കാണാതെ ഇങ്ങനത്തെ പലഹാരം ഉണ്ടാക്കുന്ന റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ വിളിച്ചു പറയുന്ന, അല്ലെങ്കിൽ ഈ അറിവുകൾ വിളിച്ചു പറയുന്ന ആൾക്കാരെ നിങ്ങൾ കൺസൾട്ട് ചെയ്യരുത്. ഒരു അവെയർനെസ്സിന് വേണ്ടി കാണുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഡയഗ്നോസിന് വേണ്ടിയിട്ട് ഇവരാരെയും കാണരുത്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണുക. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ നിങ്ങളോട് ആദ്യം പറയുന്നത്, നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കരുത്, നമുക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം, അതിലൂടെ നമുക്ക് തിരിച്ചറിയാം. അത്രേ ഉള്ളൂ. പിന്നത്തെ പ്രശ്നം, റിലേഷൻഷിപ്പുകളിൽ നിങ്ങൾ ഇങ്ങനത്തെ വാക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നീ എന്തൊരു നാർസിസ്റ്റാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ കേൾക്കുന്ന ആൾക്ക് അയാളുടെ തള്ളക്കുന്ന എന്തൊക്കെ വിളിച്ച പോലെയൊക്കെ തോന്നും. കാരണം അത് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് അയാളെ ഹീൽ ചെയ്യാൻ വേണ്ടി, നമുക്കൊന്ന് പോയി നോക്കിയാലോ, ഒന്ന് റോൾ ഔട്ട് ചെയ്യാൻ വേണ്ടി എന്ന് പറയുന്നതും നീ ഒരു നാർസിസ്റ്റാണ് എന്ന് മുഖത്ത് നോക്കി പറയുന്നത് തമ്മിൽ ആനയാടും പോലെ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഈ കോൺവെർസേഷനിൽ നിന്ന് മാറി യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ അകത്ത് പിന്നെ നീതിന്യായമൊന്നുമില്ല. നിങ്ങൾ അങ്ങോട്ട് നോക്കി ഒരു വേർഡ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചും വേറൊരു വേർഡ് വിളിക്കും, അല്ലെങ്കിൽ അത് ചിലപ്പോൾ അടുത്ത ലെവലിലേക്ക് എസ്കലേറ്റ് ആയി പോകും. അങ്ങനെയല്ല സൈക്കാട്രിക് ടേംസ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് ഡയഗ്നോസിൻ്റെ ഭാഗമായിട്ട് ഡോക്ടേഴ്സ് യൂസ് ചെയ്തോളും. അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടീഷൻസിനെ കുറിച്ച് മാന്യമായൊരു കോൺവെർസേഷൻ, ഇങ്ങനത്തെ ടേംസ് ഉപയോഗിക്കേണ്ട, മനസ്സിലാക്കിയിരുന്നാൽ മതി, ഉപയോഗിക്കേണ്ട. ഡോക്ടർ ഒരു ടേം പറയുമ്പോൾ അത് ഇന്നതായിരിക്കാം എന്ന് പറയുന്ന ഒരു ധാരണയ്ക്ക് വേണ്ടി വേണമെങ്കിൽ അപ്പോഴും ഞാനത് വേണ്ടാന്നേ പറയുള്ളൂ. അതിനപ്പുറത്തേക്ക് വേറൊരാളെ ചീത്ത വിളിക്കുന്ന പോലെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു ടേം അല്ല ഇത്. നമ്മുടെ നാട്ടിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിളിക്കുന്നത് മറ്റേ തെറി വിളിക്കുന്നത് മോശമാണ് എന്ന് പഠിച്ച് വന്നപ്പോൾ ഇനി എന്ത് വിളിക്കും? ഇനി നമുക്ക് അവനെ നാർസിസ്റ്റ് എന്ന് വിളിക്കാം എന്നുള്ള ആ രീതിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതിലേക്ക് വളം ഇട്ട് കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരെ നിങ്ങൾ നോക്കിക്കോ, സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ പ്രൊഫൈലും തുറന്നു വെച്ചിരിപ്പുണ്ട്. റിലേഷൻഷിപ്പ് കോച്ച്, സൈക്കോളജിക്കൽ മോട്ടിവേറ്റർ, ഹീലിംഗ് എക്സ്പേർട്ട്, ഇങ്ങനെയൊക്കെയാണ് പേരിടുന്നത്. മക്കളെ, ഈ പണി ചെയ്യുന്നതിന് മുമ്പ്, അതായത് മനുഷ്യന്മാരുടെ ഇമോഷൻസിനെ കേൾക്കുക എന്ന് പറയുന്നത് അത് അതിഭീകരമായ സ്കില്ല് വേണ്ടുന്നൊരു പരിപാടിയാണ്. വെറുതെ ഒരാളുടെ സങ്കടം കേട്ടുകൊണ്ടിരുന്നാൽ നമുക്കും സങ്കടം വരും. പക്ഷേ ആ സങ്കടം വരിക അല്ല വേണ്ടതെന്നും അതിനെ നമ്മൾ ഒരു സ്റ്റഡി മെറ്റീരിയലായിട്ട് കാണണം, അതിനെ നമ്മൾ ഇമോഷൻസിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ നോക്കി കാണണമെന്നൊക്കെ ചിന്തിക്കാൻ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾക്കേ പറ്റൂ, അറിവുള്ള ഒരാൾക്കേ പറ്റൂ. ഇമോഷനെ മാറ്റി നിർത്തി കാര്യങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ അറിവ് വേണം. ആ അറിവുള്ള ആൾക്കാർ പ്രൊഫഷണലി ഇവരിട്ടിരിക്കുന്ന പോലെ MBBS
MD സൈക്കാട്രിസ്റ്റ് എന്ന് ഇട്ടിരിക്കുന്ന പോലെ സൈക്കാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ് അവരെന്താണ് പഠിച്ചതെന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ടാവും. അല്ലാതെ ഈ മറ്റേ തേൻ പുരട്ടിയ വാക്കുകളിൽ റിലേഷൻഷിപ്പ് കോച്ച്, റിലേഷൻഷിപ്പ് അഡ്വൈസർ എന്താണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ ചോദിച്ചു പോയിട്ടുണ്ടോ? ഞങ്ങൾ അങ്ങനെ ചോദിച്ചു പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ ചോദിച്ചു പോയ ആൾക്കാർ പറയുന്നത് എന്താ അറിയോ? എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. എന്താണ്, എനിക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായി, ആ ബ്രേക്കപ്പിൽ ഡിപ്രഷൻ ഉണ്ടായിട്ട് ഞാൻ പുറത്ത് വന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് ഉപദേശിക്കാൻ അറിയാം. ഇനി നിങ്ങൾക്ക് ബ്രേക്കപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ആ ബ്രേക്കപ്പ് കഴിയുമ്പോഴേക്കും നിങ്ങൾ സൈക്കോളജി പഠിക്കുമോ? നിങ്ങൾ സൈക്കാട്രി മുഴുവൻ പഠിച്ചു കഴിയുമോ? എന്ത് തേങ്ങയാണ് ഇവർ പറയുന്നത്? അങ്ങനെ കുറേ എണ്ണം സൈക്കോളജിസ്റ്റ് ചെയ്യേണ്ട ജോലി ചെയ്യുന്ന റിലേഷൻഷിപ്പ് അഡ്വൈസർമാരായിട്ടൊക്കെ വിലസി നടപ്പുണ്ട്. ആ വലയിലൊന്നും പോയി വീഴരുത്. അവർക്ക് കൊടുക്കുന്ന പൈസ ഒരു അരമണിക്കൂർ അവരോട് സംസാരിക്കുന്ന പൈസ കൊടുത്താൽ നിങ്ങൾക്ക് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ പോയി കാണാം. അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ പ്രൊഫൈലിൽ കറക്റ്റായിട്ട് ആ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് കൊടുക്കുകയോ നിങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞു തരികയോ ചെയ്യും. കാരണം നമ്മുടെ നാട്ടിൽ ഒരു ടൈറ്റിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഡോക്ടർ എന്നൊരു ടൈറ്റിൽ വെക്കുന്നു, അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ വെക്കുന്നു. ആ ടൈറ്റിൽ വെക്കണം എന്നുണ്ടെങ്കിൽ അതിന് അംഗീകരിക്കപ്പെട്ട കോഴ്സുകളും കൂടി കംപ്ലീറ്റ് ചെയ്യണം. അതൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഇതുപോലെ നൈസായിട്ടുള്ള കുറച്ച് വാക്കുകളൊക്കെ ഇട്ടിട്ട് വലയം വിരിച്ച് കാത്തിരിക്കുന്നത്. അവിടെ ഒന്നും പോയി വീഴരുത്. അവർ പറയുന്നത് മുഴുവൻ പഠിക്കരുത്. നിങ്ങളുടെ ഭാര്യ നാർസിസ്റ്റ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള 5 വഴികൾ, നിങ്ങളുടെ ബോയ് ഫ്രണ്ട് നാർസിസ്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള 3 മാർഗ്ഗങ്ങൾ എന്നൊക്കെ പറയുന്നത് വൃത്തികേടാണ്. നല്ല വാക്കൊന്നും വരുന്നില്ല. അത്രയും മോശം കാര്യമാണ് സൊസൈറ്റിയോട് ഇവർ ചെയ്യുന്നത്. സാമൂഹ്യ ദ്രോഹമാണ്. ഒരു റിലേഷൻഷിപ്പിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ജസ്റ്റ് മൂവ് ഓൺ, അത്രേ ഉള്ളൂ. അല്ലാതെ അയാളെ നിങ്ങൾ ലേബൽ ചെയ്ത് അയാളുടെ മെൻ്റൽ ഹെൽത്തും തകർത്ത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തും തകർത്ത്. ഒരു റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളായിരിക്കും. അയാളുടെ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് ബൈപ്പോളറാണ് എന്ന് പറഞ്ഞ് അയാളെ ഒതുക്കിയിട്ട് കഴിഞ്ഞാൽ അയാളത് ഏതെങ്കിലും മൊമെൻറ്റിൽ വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ തീർന്നു. ഒരു മനുഷ്യജീവിയുടെ മെൻ്റൽ ഹെൽത്ത് നിങ്ങൾ തകർക്കുകയാണ്. ഇതൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർ ഇവിടെ ഇരിപ്പില്ല, അവരെ കണ്ടാൽ പോരെ. പക്ഷെ എന്താ ചെയ്യുക, അവരൊക്കെ എന്തെങ്കിലും കാര്യം ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ 300 ലൈക്ക് 29 വ്യൂ എന്നൊക്കെ പറയുന്ന പോലത്തെ അവസ്ഥയാണ്. അതുകൊണ്ട് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് സ്വയം പഠിച്ച് സൈക്കോളജിസ്റ്റ് ആവാനുള്ളതല്ലെന്നും ബാക്കിയുള്ളവൻ്റെ മെക്കിട്ട് കയറാനുള്ളതല്ലെന്നും ഒന്ന് തിരിച്ചറിയണമെന്ന് അപേക്ഷിച്ചിട്ട് നമുക്ക് അടുത്ത റീലിലേക്ക് പോകാം. ഈ പയ്യൻ കേരളത്തിൽ ഇന്ന് ബാലനായി അറിയപ്പെടുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ്. നമുക്ക് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്തായാലും കേൾക്കാം. രക്ഷപ്പെട്ടാൽ മതി. കുറെ ആൾക്കാർ അവഗണിക്കുന്നു, അതൊക്കെ ഓർമ്മ അവഗണിച്ചിട്ടുണ്ടോ? കുറെ പേര് അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തു വരുന്നത്. സ്കൂളിലാണോ? സ്കൂളിലല്ല, കുറെ അത്ര വലിയ വീടൊന്നുമില്ലായിരുന്നു, ഒരു കുഞ്ഞു വീടായിരുന്നു. അത് അവിടെ ഈ കുഴിഞ്ഞു കിടക്കുന്നതാണ്. മഴവെള്ളം വീണ് ഇവിടെ എല്ലാം നിറയും. അതാണ് വീട് ഹൗസ് ബോട്ട്. പിന്നെ പുറത്തേക്ക് ഇറങ്ങാനും ഇത് എല്ലാ പിന്നെ ഇവിടെയൊക്കെ പോകുമ്പോഴൊക്കെ കാല് നനഞ്ഞിരിക്കും വെള്ളമായിട്ട്. പക്ഷെ എന്റെ അമ്മയച്ഛൻ ഞാൻ എടുത്തോണ്ട് കേന്ന് വന്ന് കളിയാക്കോ ആൾക്കാര്. പക്ഷെ ഞങ്ങൾ അതിനൊന്നും വിട്ടുകൊടുക്കത്തില്ല, അത്ര വിട്ടാ ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് ആദ്യം വലിയ ഞങ്ങൾ ഇത് തുടങ്ങിയത്. കളിയാക്കിയവർക്കുള്ള മറുപടിയാണല്ലേ അഭിനയിച്ചത്. അപ്പൊ കളിയാക്കുന്നവരോട് എന്താ പറയാറ്? എനിക്ക് അവരോട് ഒറ്റ കാര്യം പറയാൻ പാടുള്ളൂ, എനിക്ക് രക്ഷപ്പെട്ടാൽ മതി, അത്ര. ആദിശേഷൻ മിടുക്കനാണ്. മിടുക്കൻ എന്ന് പറഞ്ഞാൽ മിടുമിടുക്കനാണ്. ഒരൊറ്റ സീൻ പറയാം ബാലനിൽ. ഇവൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ അമ്മ അവനൊരു പുതിയ പേര് പറയും. അപ്പോൾ ആ പേര് അവൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അമ്മയൊന്ന് നോക്കി ഭയങ്കരമായിട്ടൊരു ചിരി മുഖത്ത് വന്നിട്ട് തൻ്റെ പുതിയ പേര് പറയുന്ന കൗതുകം അവൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളൊക്കെ പല മൊമെൻറ്റ്സിലും ഭയങ്കര ക്യൂട്ടായിട്ട് ഭയങ്കര രസമായിട്ട് പല കാര്യങ്ങളും ചെയ്യും. പക്ഷേ ഒരു ക്യാമറ ഓൺ ചെയ്ത് ആക്ഷൻ പറയുമ്പോൾ അത് റീപ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമൊന്നുമില്ല. അത് കുഞ്ഞുങ്ങളുടെ എന്ന് മാത്രമല്ല നമ്മളെ കൊണ്ടും പറ്റില്ല. ഞാനിപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാൻ കൂളായിട്ടിരിക്കും, എൻ്റെ 2 കൈയും എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഞാൻ കൂളായിട്ടിരിക്കും. ക്യാമറ ഓൺ ചെയ്തിട്ട് കൂളായിട്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ഒരു പ്രാവശ്യം അങ്ങനെ ഇരുന്ന് നോക്കണം. അത് നാട്ടുകാരെ കാണിക്കാനുള്ള വിഷ്വലാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇരുന്ന് നോക്കണം. കൈ എവിടെ വെക്കും, കാലെവിടെ വെക്കും, എങ്ങോട്ട് നോക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളാകെ തരിച്ചിരുന്ന് പോവാണ്. അതവൻ ചെയ്തില്ലേ. അത്രയും മിടുക്കനായിട്ടുള്ളൊരു പയ്യനാണ്. അപ്പോൾ അവൻ്റെ മിടുക്കിൻ്റെ പിന്നിലെ കാരണം അവനൊരു പെയിനായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പുറകിലുള്ള പെയിൻ എന്താണെന്നുള്ളത് അവൻ പറയുമ്പോൾ അതിന് ഇപ്പോൾ ഈ പ്രായത്തിൽ അവന് ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യാൻ. ഞാൻ പല പ്രശ്നങ്ങളെയും ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്ത് ഈസി ആയിട്ട് പറയാൻ പഠിച്ചത് എനിക്കൊരു 18 വയസ്സൊക്കെ ആകുമ്പോഴാണ്. അതുവരെ ഇപ്പം പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അച്ഛൻ എന്തെന്ന് വെച്ചാൽ അച്ഛൻ മരിച്ചു പോയി, അപ്പോൾ ഉടനെ ഓപ്പോസിറ്റുള്ള ആൾ സോറി എന്ന് പറയും. അത് ആ ഇമോഷണൽ. പക്ഷേ എനിക്കതൊരു ഇമോഷണൽ ഇൻസിഡൻറ്റ് എന്നുള്ളത് മാറിയിട്ട് ഇറ്റ്സ് ജസ്റ്റ് ആൻ ഇൻസിഡൻറ്റ്, ഇറ്റ്സ് എ ഫാക്റ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. അതുപോലെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ദാരിദ്ര്യമാണെങ്കിലും നമ്മൾ ഈ പറയുന്ന അവഗണനകളും മാറ്റി നിർത്തലുകളും ബോഡി ഷെയ്മിങ്, സ്കിൻ കളർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നേരിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനതിനെ ഈസി ആയിട്ട് കാണാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളുകളേ ആയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴും നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഭയങ്കര വിഷമം. അപ്പം ഇവൻ അതിങ്ങനെ സംസാരിക്കുക, അത് ഉള്ളിലൊരു തീ, അത് ഈ ചെറിയ പ്രായത്തിലേ അവനുണ്ടെങ്കിൽ അവൻ ഒരുപാട് ഹൈറ്റ്സിലേക്ക് പോകും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കും. കാര്യം അവൻ ഭയങ്കര മിടുക്കനാണ്. ഇപ്പോൾ അവൻ പറഞ്ഞില്ലേ കളിയാക്കിയിട്ടുണ്ട്, കുറേ ആൾക്കാർ അവഗണിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കളിയാക്കലും അവഗണിക്കലും ഒക്കെ നമ്മൾ കുഞ്ഞുനാൾ മുതലേ കേൾക്കുന്നുണ്ടാവും, നമ്മൾ കേട്ട് വളർന്നിട്ടുണ്ടാവും. ഇതെങ്ങനെയാണ് ആൾക്കാരെ ബാധിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം ആദിശേഷൻ അതിനെ കാണുന്നത് ഞാൻ ഇതിനെയൊക്കെ കടന്ന് എനിക്ക് രക്ഷപ്പെടണം,
നിങ്ങൾ കളിയാക്കിക്കോ, അവഗണിച്ചോ, കുറ്റം പറഞ്ഞോ, എനിക്ക് രക്ഷപ്പെടണം എന്നുള്ളൊരു വാശി അവൻ്റെ ഉള്ളിലുണ്ടായി. അത് അവനെ വളർത്തിക്കൊണ്ട് വരുന്നതിൻ്റെയും അവൻ ഈ കാലത്തിനുള്ളിൽ അനുഭവിച്ചതിനെ എങ്ങനെ അവർ ട്രീറ്റ് ചെയ്തു എന്നുള്ളതിനൊക്കെ അനുസരിച്ചിരിക്കും. പക്ഷേ കുഞ്ഞുങ്ങളെയൊക്കെ ഇത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഈ ലാസ്റ്റ് കണ്ട ഒരു സിനിമയിൽ ഒരമ്മ സ്കൂളിൽ എല്ലാവരും നോക്കി നിൽക്കുക കുഞ്ഞിനെ തല്ലുകയാണ്. അവിടെ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ആ കുഞ്ഞിനെ തല്ലുന്നതിനെ പിടിച്ചു മാറ്റാൻ നോക്കുമ്പോൾ അച്ഛൻ്റെ കൈ അമ്മയുടെ മുഖത്ത് വീഴുമ്പോഴേക്കും അമ്മയ്ക്ക് സെൻറ്റി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. ആ കുഞ്ഞ് അത്രയും നേരം അപമാനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവൾ നെഞ്ചും വിരിച്ച് നടന്നിരുന്ന അവളുടെ ക്ലാസ് മുറിയിലെ കുട്ടികളൊക്കെ ഇവളെ അമ്മ തല്ലുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു കുഞ്ഞിനുണ്ടാക്കുന്ന മാനസികാഘാതം എത്ര വലുതാണ് ഒരു അമ്മയിൽ നിന്നുണ്ടാകുമ്പോൾ. നാട്ടുകാരിൽ നിന്നുണ്ടാകുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും? നമ്മൾ ചിലപ്പോൾ ഒരു കൊച്ചിനെ കളിയാക്കി ചുമ്മാ ഒക്കെ പറയുമായിരിക്കും, ഭയങ്കര മെലിഞ്ഞിരിക്കുകയാണല്ലോ, മറ്റേ ഈർക്കിലി പോലെ ഉണ്ടല്ലോ എന്ന് പറയുക, അല്ലെങ്കിൽ ഇവ ഉരുണ്ടുരുണ്ട് വരികയാണല്ലോ എന്ന് പറയുക, കുഞ്ഞെന്താ കറുത്തിരിക്കുന്നതെന്ന്. ഈ ചോദ്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ സാമ്പത്തിക അവസ്ഥ, ഇപ്പോൾ ഒരു ചെരുപ്പ് പൊട്ടിയ ചെരുപ്പിട്ട് വരുന്നൊരു കുട്ടിയെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആ പൊട്ടിയ ചെരുപ്പിൽ ഒരു തമാശ കണ്ടെത്താൻ പറ്റുമായിരിക്കും. പക്ഷേ അത് ആ കുട്ടിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു മുതിർന്ന ആൾക്ക് മാത്രമല്ല ഈ അവഗണനകളും മാറ്റി നിർത്തലുകളും കളിയാക്കലുകളും ഫീൽ ചെയ്യുക, കുഞ്ഞുങ്ങളെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. അവരത് ഓർത്തിരിക്കും. ആ ഓർത്തിരിക്കുന്നത് ചിലപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും. അതായത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഏറ്റിട്ടുള്ള ഏറ്റവും വേദന നിറഞ്ഞൊരു സംഭവം ഞാൻ ചിലപ്പോൾ മറന്നു പോകും ഇൻ ദ സെൻസ് എൻ്റെ ഓർമ്മയിൽ അതില്ല. പക്ഷേ ആ അനുഭവം എൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങളെ ഞാൻ എങ്ങനെ നേരിടുന്നു എന്നുള്ളത് ഫോം ചെയ്തിട്ടുണ്ടാവും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നെ ഗ്രൗണ്ടിലിട്ട് ഒരാൾ തല്ലി, വേറൊരു പയ്യനാണ്. അപ്പം അത് ഞാൻ വീട്ടിൽ ചെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്. എന്ന് വെച്ചാൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു, എല്ലാവരും നോക്കി നിന്നു. അവൻ എൻ്റെ പുറത്ത് കയറിയിരുന്നു, എന്നേക്കാൾ വെയിറ്റ് ഉണ്ടായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ എൻ്റെ മുഖത്ത് ഇങ്ങനെ കുറേ തവണ തട്ടി. ഞാനിത് പറയാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെന്ന് അമ്മയുടെ അടുത്ത് കരഞ്ഞോണ്ടിരുന്ന് പറയുമ്പോൾ അമ്മ തല്ലുണ്ടാക്കാൻ പോയതിട്ടല്ലേ, കിട്ടിയത് കണക്കായി എന്ന് പറഞ്ഞു. അത് എനിക്ക് ഓർമ്മ വരുന്നത് വർഷങ്ങൾക്കിപ്പുറമാണ്. കാരണം എനിക്കൊരു പ്രശ്നം വന്നാൽ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനത് വീട്ടിൽ ചെന്ന് പറയില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ വീട്ടിൽ ചെന്ന് പറയില്ല. അതിനെ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത് അവൻ ഭയങ്കര പക്വതയുള്ള പയ്യനാണ്, അവൻ പുറത്തുള്ള പ്രശ്നങ്ങളൊന്നും വീട്ടിൽ കൊണ്ടുവരുന്നില്ല എന്ന് പറയുന്ന രീതിയിൽ വീട്ടുകാർക്ക് എന്നെ കൊണ്ട് അങ്ങനെ വലിയ തലവേദനയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. നല്ലത് മാത്രമാണ് കൂടുതലും കേൾപ്പിച്ചിട്ടുള്ളത്. നല്ലത് കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുമായിരുന്നു. ആ ഒരു ഇൻസിഡൻറ്റ് അന്ന് എനിക്കുണ്ടാക്കിയ വിഷമം ഞാൻ പിന്നീട് മറന്നുപോയി. പക്ഷേ ആ അവഗണന എന്നെ കൊണ്ടെത്തിക്കുന്നത്, ഞാൻ അമ്മേനെ കുറ്റം പറയുന്നില്ല കേട്ടോ, അവരുടെ കാലഘട്ടം അവർക്ക് ഉണ്ടായിരുന്ന അറിവൊക്കെ വെച്ചുകൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞൊരു സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് പല കാര്യങ്ങളും എങ്ങനെയാണെന്ന് ഡീൽ ചെയ്യണമെന്നുള്ള അറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് എന്നിൽ ഉണ്ടാക്കിയിട്ടുള്ള മുറിവ് പിന്നീടൊന്നും വീട്ടിൽ ചെന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല, കണക്കായി പോയി എന്ന് പറയും. അതേപോലെ നിങ്ങൾ ചിലപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി ചുമ്മാ പറയുന്നൊരു ഡയലോഗ് അയാളെ ആജീവനാന്തം തളർത്തി കളയുന്നൊരു ട്രോമയായിട്ട് മാറും. ആദിശേഷൻ അത് തീയായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും അത് തീയായിട്ട് എടുക്കാൻ പറ്റില്ല. ചില ആൾക്കാർ അത് ഐസായിട്ട് എടുക്കും, ഉറഞ്ഞു പോകും. സോ ഇവൻ്റെ തീ കെടാതിരിക്കട്ടെ, അത് കെടൂല, അവൻ അടിപൊളിയായിട്ട് പോകും. പക്ഷേ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒരാളെയും, എസ്പെഷ്യലി കുഞ്ഞുങ്ങളെ നോവിക്കാതിരിക്കുക. അവൻ എന്തായാലും രക്ഷപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്ന് അവൻ്റെ പേരൻസാണ്. അവൻ അതിൽ പറഞ്ഞൊരു ഡയലോഗുണ്ട്, എന്തു വന്നാലും ഞങ്ങൾ ഒരുമിച്ച് വെക്കും, ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. മതിയിടോ, വിട്ടുകൊടുക്കാതെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതൊരു ഭയങ്കര സാധനമാണ്. അതുകൊണ്ട് അവൻ രക്ഷപ്പെടും. പിന്നെ ഈ ലൈഫിലെ സ്ട്രഗിൾസിനെയൊക്കെ തമാശയായിട്ട് കാണുക, ഓവർകം ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആണെന്നുള്ളൊരു തിരിച്ചറിവിലാണ് നമ്മളതിനെ തമാശയായിട്ട് കാണുക. ഇപ്പോൾ വീട്ടിൽ വെള്ളം നിറയുന്നു, അത് ഹൗസ് ബോട്ട് ആവുമെന്ന് അവൻ പറയുമ്പോൾ അത് ഒരു രസമാണ്. അതിനെ അങ്ങനെയും നമുക്ക് കാണാം. പക്ഷേ ഞാൻ രക്ഷപ്പെടും. ചില ആൾക്കാർ രക്ഷപ്പെടൽ എന്ന് പറയുന്നത് കോടികൾ ഉണ്ടാക്കുന്നതാണ്. ചില ആളുകൾക്ക് രക്ഷപ്പെടൽ ഉണ്ടാക്കുന്നത് ചില റിലേഷൻഷിപ്പിൽ നിന്നുള്ള ഓടിപ്പോക്കാണ്. ചില ആളുകൾക്ക് രക്ഷപ്പെടൽ എന്ന് പറയുന്നത് ഒരുപാട് വിദ്യാഭ്യാസം. ഇത് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവൻ്റെ രക്ഷപ്പെടാനുള്ള ആഗ്രഹം അത് ഏത് വഴിയിലാണെങ്കിലും അവൻ രക്ഷപ്പെടും. ഓൾറെഡി അതിനുള്ളൊരു ബോട്ടിലാണ് അവൻ. ആ ബോട്ട് അവൻ്റെ പേരൻസാണ്, അവൻ്റെ ഫാമിലിയാണ്. പിന്നെ കളിയാക്കുന്നവരും അവഗണിക്കുന്നവരും ചിലർ തിരുത്തുമായിരിക്കും, ചിലർ ഒരു കാലത്തും തിരുത്തില്ലായിരിക്കും. പക്ഷെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ക്യൂ നിൽക്കുന്നവരുണ്ട്. വിട്ടുകൊടുക്കാത്ത പേരൻസിനോടൊപ്പം ആ സ്നേഹം അനുഭവിക്കാം. നമുക്കിനി ഇന്നത്തെ ലാസ്റ്റ് റീൽ കാണാം. എനിക്ക് 2 ആൺമക്കളാണുള്ളത്. എന്റെ ഭർത്താവിനെ രാത്രി ഉറക്കാൻ വിടാതെ മക്കളുടെ ഭാവിയെ പറ്റി പറഞ്ഞ അങ്ങയുടെ തലമുറയ്ക്കുന്ന ഒരു ഭാര്യയാണ് ഞാൻ. എന്നെയാണോ താങ്കൾ എല്ലാം വേണ്ടി എന്ന് പറഞ്ഞത്? ആ ഭർത്താവാണ് ഇത് അറിയണം. അങ്ങനെ തലതെല്ലിച്ചിരിക്കും. നമ്മൾ മൂത്ത ഇനമാണ് പഴുത്തുപോയി. പഴുക്കാൻ ഞാൻ വല്ല ചക്കയും വാങ്ങിയാണോ? എന്നാൽ താമന്നങ്ങ് വെട്ടി തിന്നല്ലോ. താങ്കൾ ഒരു നല്ല മാന്യനാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം മാന്യന്മാരാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പം. അവനവരോട് ഒരു തെറ്റും ചെയ്യത്തുമില്ല. മാന്യമായിട്ട് ജീവിക്കുന്നതിനെ പറ്റി പൂക്കട്ടം പറഞ്ഞിട്ടുണ്ടോ? എന്താണ് എന്നെ കണ്ടിട്ട് എന്താണ് കഞ്ചാവടി എന്ന് തോന്നാൻ കാര്യം? എൻ്റെ ഈ ഹെയർ സ്റ്റൈലാണോ? ഒരുപാട് ആരാധകരുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് ആരാധകർ എനിക്ക് പേഴ്സണലി അല്ലാതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ ഈ ഹെയർ സ്റ്റൈലിൽ. അവരങ്ങനെ ഇത് അറിഞ്ഞാൽ അവരെ ഇളവി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് തിരിച്ച് ബാത്റൂമിൽ കയറി എനിക്ക് പറയാൻ പറ്റത്തില്ല. സംസാരിക്കുമ്പോൾ മാന്യമായിട്ട് സംസാരിക്കണം കേട്ടോ. ഉക്രത്തരങ്ങളും ഒന്നും വിളിച്ച് പറയരുത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ തൂഫാനൊക്കെ വന്ന സ്ഥിതിക്ക് ഇങ്ങനെയൊക്കെ പബ്ലിക്കായിട്ട് ഒരു പെണ്ണിനെ പറയാന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല കാര്യമാണോ ഇതൊക്കെ? താങ്കളുടെ അരുത്തരെ പറ്റിയാണ് എൻ്റെ ചിന്ത. ഒന്നും പറയാത്ത എന്നെ പറ്റി താങ്കൾ ഇങ്ങനെ പറയുന്നു. അപ്പൊ അവരെയൊക്കെ അവസ്ഥ പിന്നെ പറയാൻ കാര്യമില്ല. അനിൽകുമാർ 65-62 ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. ഇതുപോലെ ചുണ്ടിൻ്റെ കളർ, സ്കിന്നിൻ്റെ കളർ, കണ്ണിൻ്റെ ചുമപ്പിൻ്റെ ലെവല്, പിന്നെ മുടിയുടെ
കളറ് അല്ലെങ്കിൽ മുടിയുടെ സ്റ്റൈല്, ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, തുറന്നിട്ടിരിക്കുന്ന ബട്ടൺസിൻ്റെ എണ്ണം, ഇതൊക്കെ വെച്ചിട്ട് കഞ്ചാവാണോ, എത്ര പാർട്ട്നേഴ്സ് ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ വൃത്തികെട്ടവന്മാർ, മറ്റേ അങ്ങനെ ഈ ലേബൽ ചെയ്യാൻ വേണ്ടി നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവർ ഈ പറഞ്ഞു തന്നെയാണ് ഇതിനകത്ത് ചോദിക്കാനുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇയാളുടെയൊക്കെ അയൽക്കാരെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കേണ്ടത്. ഇയാളുടെ മുന്നിലൂടെ ഓരോ ദിവസം നടന്നു പോകുന്ന ചിലപ്പോൾ ഇയാളുടെ കുടുംബത്തിലുള്ള ആൾക്കാരെക്കുറിച്ച് വരെ നമ്മളിങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന പോലെ നടന്നാൽ, ഇന്ന പോലെ ഇപ്പോൾ കയ്യിൽ ചരട് കിട്ടിക്കഴിഞ്ഞാൽ അതിന് പറയുന്ന ആളുകളുണ്ട്, മുടി നീട്ടി വളർത്തിയാൽ അതിന് പറയുന്ന, വെച്ചാൽ ആൺകുട്ടികൾ മുടി നീട്ടി വളർത്തിയാൽ പറയുന്നവരുണ്ട്, പെൺകുട്ടികൾ മുടി വെട്ടിയാൽ പറയുന്ന ആളുകളുണ്ട്, പാൻറ്റ് ഷർട്ട് ഇട്ടിട്ട് പെൺകുട്ടി ഇറങ്ങി നടന്നാൽ പറയുന്നത്. ഇതെല്ലാം കൂടി ചേരുന്ന ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിപ്പുണ്ട്. ഈ അൾട്രാ പ്രോ നെഗറ്റീവുകളും കൂടി ചേരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാനിയുടെയൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പുള്ളിക്കാർ ഇങ്ങനെ റിയാക്ട് ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യും, അവർക്ക് അവരുടെ ഫാമിലിയുടെ സപ്പോർട്ടുണ്ട്. ഇയാൾ വലിയ കൊണാരം അടിച്ച് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിനെ വളരെ മനോഹരമായി പറയാനുള്ളതുപോലെയൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ നമുക്ക് എപ്പോഴും ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പം അവർക്ക് വന്നിട്ടുള്ള കമൻറ്റുകളിൽ ഇതിലൊരെണ്ണത്തിന് റിയാക്ട് ചെയ്യാൻ നോക്കാം. പക്ഷേ പലപ്പോഴും ഇപ്പോൾ സാനിയുടെയൊക്കെ കമൻറ്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കി പോയാൽ 2000 3000 എന്നൊക്കെ പറയുന്ന പോലെ ആയിരിക്കും കമൻറ്റ് വരുന്നത്. ഈ കമൻസിനെ എല്ലാത്തിനും, ഈവൻ ഇത്രയും സാനിയുടെ അത്രയൊന്നും പോപ്പുലർ ആയിട്ടുള്ള ഇത്രയും അൾട്രാ നെഗറ്റീവ് പ്രോകൾ ഫോളോ ചെയ്യാത്ത എനിക്ക് പോലും കമൻറ്റ് ബോക്സിൽ വരുന്ന നെഗറ്റീവ്സ് നോക്കിയിരിക്കുക, എല്ലാത്തിനും റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ടാണ് പല വീഡിയോസിലും പറയുന്നത്, നിങ്ങൾ ക്രിറ്റിസിസം അറിയിച്ചോളൂ, പക്ഷേ അത് മാന്യമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാവണം. ആ ക്രിറ്റിസിസം എടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എടുക്കും. പക്ഷേ അതേസമയം അവഹേളിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ, അതിപ്പോൾ എന്നെ മാത്രമല്ല, കമൻറ്റ് ബോക്സിൽ നല്ലൊരു കമൻറ്റ് ഇട്ടിട്ടുള്ള ഒരാളെ അവഹേളിക്കാൻ വേണ്ടി, ചിലപ്പം ഹെൽത്തി ആയിട്ടുള്ളൊരു ക്രിറ്റിസിസം പറഞ്ഞിട്ടുള്ള, എനിക്ക് വേണ്ടി വാദിക്കാൻ പോകുന്ന ആളാണെങ്കിൽ പോലും വളരെ മോശം രീതിയിൽ ബാക്കിയുള്ളവരെ അഭിസംബോധന ചെയ്ത് മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമില്ല. ചില ആൾക്കാരൊക്കെ പറയുന്ന പോലെ എൻ്റെ കമൻറ്റ് ബോക്സിൽ നെഗറ്റീവ് വരാറേ ഇല്ല എന്നൊന്നും ഞാൻ പറയൂല. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇഷ്ടംപോലെ നെഗറ്റീവ്സ് വരാറുണ്ട്. അതിൽ നമ്മളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന മോശം വാക്കുകൾ ഉപയോഗിക്കുന്ന കമൻറ്റുകൾ വരുമ്പോൾ ആദ്യം നമ്മൾ ഡിലീറ്റ് ചെയ്യും. അതൊരു വാർണിംഗ് ആയിട്ട് കാണണം. വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യും. എനിക്ക് അതിൽ കുറച്ചുള്ള വ്യൂ മതി, അതിൽ കുറച്ചുള്ള ഇൻട്രാക്ഷൻ മതി. പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നത് എനിക്ക് ശ്രുതി കൂടെ ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഈ പുള്ളിക്കാരിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കമൻറ്റ് അല്ലെങ്കിൽ ഇതുപോലത്തെ വളരെ കുറച്ച് കമൻറ്റുകളായിരിക്കും. ഇതുപോലെ 1-2 എണ്ണത്തിന് നല്ല ചുട്ട അടി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കിയുള്ളവർ ഓടി പോകുമായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ നേരത്തെ സാനിയുടെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ ഇത്രയും ആളുകളൊക്കെ ആക്രമിക്കാൻ വരുമ്പോൾ ഓരോ ആളുകളും ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ലെയറിലാണ്. പക്ഷേ ഇങ്ങനെ വരുന്നതിനെയൊക്കെ ആദ്യമേ ഇങ്ങനെ ഓടിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം അവർ കാണിക്കുന്നത് ഒരു രസമാണത്. പക്ഷേ ഇവർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. പിന്നെ അനിൽകുമാർ ഏട്ടനെ അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അതിൽ ഉപയോഗിച്ചിട്ടുള്ള 1-2 വാക്കുകൾ മാത്രം എടുത്ത് സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അവരൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടൻ കുറച്ച് നാൾ പോലീസും കോടതിയൊക്കെ ആയിട്ട് കയറി ഇറങ്ങി നടക്കേണ്ടി വരും. അതിൽ പോലീസ് സ്റ്റേഷനിലും കോടതിയിലേക്ക് ചുമ്മാ ചെന്ന് കയറിയാൽ പോരാ, കോടതിയിലേക്ക് ചെല്ലുമ്പോൾ വക്കീൽ ഫീസ്, പേപ്പർ പ്രോസസ്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പൈസ ചിലവുണ്ടാവും. അപ്പോൾ ഈ സ്ത്രീകളുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ ചെന്ന് ഇതേപോലെയുള്ള കണാഗുണ കമൻറ്റുകൾ അടിക്കുന്ന ആളുകൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരൊന്ന് അറിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിലെ കേസില്ലാത്തതുമുള്ളതുമായിട്ടുള്ള ഒരുപാട് വക്കീലന്മാരുടെ വീട്ടിലേക്ക് ഒരുപാട് സമ്പത്ത് കൊണ്ടു ചെന്ന് കൊടുക്കുന്ന ഒരാളായിട്ട് മാറും. അതുകൊണ്ട് കമൻറ്റ് ഇടുന്നതിന് മുമ്പ് സൂക്ഷിക്കുക. ഇതുപോലെ ചുട്ട അടി കൊടുത്തു വിടുന്ന ആളുകൾ മാത്രമല്ല, നിയമത്തിൻ്റെ നല്ല ഉഗ്രൻ ലോക്ക് ഇട്ട് വെക്കുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ അതിനുള്ളൊരു അവയർനെസ് ഒക്കെ കിട്ടി. പോലീസ് സ്റ്റേഷനിൽ പോകുന്നതും കോടതിയിൽ പോകുന്നതൊന്നും ഒരു കുറവല്ല, അതുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ആത്മാഭിമാനത്തിനോട് ഒരു ചുക്കും സംഭവിക്കാനില്ല എന്നൊക്കെ പെൺകുട്ടികൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കാതിരിക്കണമെങ്കിൽ ഇത്തരം കമൻറ്റുകളുമായി സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കാതിരിക്കുക എന്ന് ഓർമ്മിപ്പിച്ചിട്ട് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വളരെ മാന്യമായ ഭാഷയിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള വിമർശിക്കണമെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളടക്കം നിങ്ങൾക്ക് സൂചിപ്പിക്കാം. പക്ഷേ എന്നോട് നേരിട്ടാണെങ്കിലും കമൻറ്റ് ബോക്സിൽ വരുന്ന മറ്റുള്ളവരെ ആണെങ്കിലും വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അധിക്ഷേപിക്കാൻ ശ്രമിക്കുക, കീഴ്പ്പെടുത്താൻ ശ്രമിക്കുക, യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെടുക എന്നൊക്കെ പറയുന്നത് നമ്മളൊരു കാരണവശാലും വെച്ച് ഉറപ്പിക്കില്ല. ആദ്യമൊക്കെ ഡിലീറ്റ് ചെയ്യും, പിന്നെ ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യും എന്നും കൂടി ഓർമ്മിപ്പിച്ചിട്ട് ടാറ്റ ബൈ. ഓക്കെ, സി യു.